എല്ലാവർക്കും നമസ്കാരം. എപ്പോഴത്തെയും പോലെ മുഖമുള്ളവർക്ക് നമസ്കാരം, മുഖമില്ലാതെ മറഞ്ഞിരുന്ന് കാണുന്നവർക്ക് നല്ല നമസ്കാരം. ബന്ധുക്കളാണ് നിങ്ങൾ എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. വെള്ളിയാഴ്ചകൾ വൈകുന്നേരം ഇങ്ങനെ നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. നമുക്ക് വേണ്ടപ്പെട്ടവരുടെ കൂടെ ചേർന്നിരിക്കാൻ നമുക്ക് എപ്പോഴും സന്തോഷമാണ്. വേണ്ടപ്പെട്ടവരുണ്ടാകുമ്പോഴാണ് വേണ്ടപ്പെട്ടവരോട് കൂടിയിരിക്കാൻ പറ്റും. അപ്പോ വേണ്ടപ്പെട്ടവർ എന്നതാരാണ്? ഇപ്പോ എന്റെ അടുത്തിരിക്കുകയും ഞാൻ എന്തു പറഞ്ഞാലും അത് കേൾക്കാതിരിക്കുകയും ശ്രദ്ധിക്കാതിരിക്കുകയും മനസ്സിലാകാതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ. ഭൗതികമായി ഞാൻ ജീവിക്കുന്ന, ഞാൻ വസിക്കുന്ന ഭൂമി എന്ന ഒരു മഹാജീവിയുടെ എന്നെപ്പോലെ തന്നെയുള്ള മറ്റൊരു ശരീരമാണ്, മറ്റൊരു കോശമാണ്. അതുകൊണ്ട് ഞാൻ തന്നെയാണ് എന്റെ ബന്ധുവാണെന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ പറയുന്നത് കേൾക്കാൻ പാകത്തിലുള്ള ആഭിമുഖ്യം പുള്ളിക്ക് എന്നോടില്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഞാൻ അയാളിൽ നിന്നും അന്യനാണ്, അല്ലെങ്കിലോ അയാൾ എന്നിൽ നിന്നും അന്യനാണ്. ഞങ്ങൾ അഭിമുഖമായി തീരുന്നതോടുകൂടി ഞങ്ങൾ ബന്ധുക്കളായി തീരും. അങ്ങനെ ഒരു ബന്ധു ഉണ്ടാകുമ്പോൾ അതെന്റെ ബന്ധുവാണെന്ന് അറിയുന്ന സമയത്ത് എനിക്കുണ്ടാകുന്ന ഒരു സന്തോഷമുണ്ട്, സുരക്ഷയും. മാത്രമല്ല, ഞങ്ങൾ ഒരുമിച്ച്, ഞാനും എന്റെ ബന്ധുവും ചേർന്നുള്ള ഒരുമിച്ചുള്ള ചില ചലനങ്ങൾ, ഒരുമിച്ചുള്ള പ്രവർത്തനങ്ങൾ, അത് ഞങ്ങളെ, അല്ലെങ്കിൽ എന്നെയും അയാളെയും നമ്മളാക്കി. അങ്ങനെ നമ്മളാക്കുന്ന സമയത്ത് എനിക്കോ അയാൾക്കോ ഇല്ലാത്ത ഒരു തരം ശരീര വലുപ്പവും ധർമ്മ വലുപ്പവും കർമ്മ വലുപ്പവും ഒക്കെ ഉണ്ടാവും. രണ്ടു വസ്തുക്കൾ ഒരുമിച്ച് ചേരുമ്പോ ഒന്നും ഒരുമിച്ച് ചേരുമ്പോ രണ്ട് എന്ന കണക്ക് അരിത്മെറ്റിക്സിന്റെ ഭാഗമാണ്. പ്രകൃതി തത്വശാസ്ത്രം അനുസരിച്ച്, വ്യവസ്ഥാ നിയമം അനുസരിച്ച് ഒന്നും രണ്ടല്ല, രണ്ടിലും കുറവായിരിക്കും. അതിനെ ഭൗതിക ശാസ്ത്രം പറയുന്നത് മാസ് ഡിഫക്റ്റ് എന്നാണ്, ദ്രവ്യമാന ദോഷം എന്ന് പറയും. ഒന്നും രണ്ടല്ല, രണ്ടിൽ കുറവാണ്. ഈ കുറയുന്നത് എന്താണ്? കുറഞ്ഞു പോകുന്നത് എവിടെ പോയി? എവിടെയും പോവില്ല. അത് ഈ ഒന്നിനും ഉണ്ടായിരുന്ന സ്വഭാവവിശേഷങ്ങളെക്കാളും അധികമായ ഒരു സ്വഭാവ വിശേഷമായിട്ട്, ഒരു പുതിയ അത്ഭുതമായിട്ട്, ഒരു പുതിയ ഏകീമാനസമായിട്ട് അത് വെളിപ്പെടും. അങ്ങനെ അധികമായി, ഇംഗ്ലീഷിൽ അതിന് ദി മോർ എന്നാണ് പറയുക. മോർ ദാൻ ദി ടോട്ടൽ എന്ന് പറയും. മൊത്തത്തിലുള്ളതിലും അധികമായി നിൽക്കുന്നത് എന്താണ്? അതാണ് ഞങ്ങൾ എന്നുള്ള സത്തയുടെ വലിപ്പവും ഞങ്ങൾ എന്നുള്ള സത്തയുടെ ശരീരവും ശക്തിയും ഒക്കെ. അപ്പോ ഞാനും അതും കൂടെ ചേരുമ്പോഴാണ് ഈ ശക്തി ഉണ്ടാവുക. ഞാൻ മാത്രമായിരിക്കുമ്പോൾ അത്രത്തോളം ശക്തിയില്ല, ഞാൻ ബലഹീനനാണ്. ഇതൊക്കെ ഇവിടെ പറയേണ്ടി വരുന്നത് നമ്മള് പലപ്പോഴും ഒറ്റയ്ക്കാണെന്നുള്ളതാണ്. നോക്കൂ, ഞാനിപ്പോ ഇവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് വർത്താനം പറയില്ല. രാജേന്ദ്രേട്ടനും പൊന്നിയും മാത്രമാണ് എന്നെ കാണുന്നത്. ബാക്കി കുറെ പേരുകൾ. ഞാൻ ഒറ്റയ്ക്ക് ഇരുന്നല്ലേ സംസാരിക്കുന്നത്. പക്ഷെ നിങ്ങൾ അപ്പുറത്തുണ്ട് എന്നുള്ള സാങ്കേതികമായൊരു ഉറപ്പ്, ആ ഉറപ്പിനെ ഞാനങ്ങ് വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ ആയിരിക്കണം എന്നുള്ള എന്റെ ആഗ്രഹം കൊണ്ട് ഞാൻ നിങ്ങളോടൊപ്പം ഇരിക്കുന്നു. ഇവിടെ മുഖം മറച്ചിരിക്കുമ്പോൾ, ഇവിടെ എന്നല്ല, എവിടെയും നിങ്ങളുടെ വീട്ടിലുള്ളവരോട്, നിങ്ങളുടെ അയൽപക്കത്തുള്ളവരോട്, നിങ്ങളുടെ പറമ്പിലെ സൂക്ഷ്മജീവികളോട്, നിങ്ങൾക്ക് ചുറ്റുമുള്ള ആളുകളോടും ഒക്കെ അഭിമുഖമല്ലാതെ മുഖം പൂഴ്ത്തിയും മുഖം മറച്ചും നിങ്ങൾ ഇരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് എന്താണ്? ഒരു തരം അന്യവൽക്കരണമല്ലേ, അലിയനേഷൻ എന്ന് പറയുന്ന ഒരവസ്ഥ. നമ്മൾ അന്യരായി പോകുന്നു അല്ലെ? ആ അന്യത നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ട്. ആ അന്യത എവിടെയോ സൃഷ്ടിച്ചിട്ടുണ്ട്. ആരോ സൃഷ്ടിച്ച് നമ്മുടെ ഉള്ളിൽ വേരുറപ്പിച്ച് തന്നിട്ടുണ്ട്. നമുക്കറിയാം, സായിപ്പിന്റെ സ്കൂളിൽ പഠിച്ച നമുക്ക് ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയിലൂടെ നമ്മുടെ ഉള്ളിൽ എല്ലാവരോടും മത്സരിച്ച് മുന്നേറണമെന്ന് നമ്മളെ പഠിപ്പിച്ച ആ വിദ്യാഭ്യാസ രീതി നമ്മളെ ഈ അലിയനേഷനിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്.
അപ്പോ ഇതിനെ അതിജീവിക്കാൻ നമ്മുടെ ഉള്ളിലെ ആ ഏകബോധം എന്ന് വെച്ചാൽ ഏകമായിരിക്കുന്നുള്ള ബോധം, ഞാൻ മാത്രമാണ്, ഞാൻ മറ്റുള്ളവരിൽ നിന്നും വിച്ഛേദിതനാണ്, ഞാൻ വേറെയാണ്, ഒറ്റയ്ക്കാണ് എന്നുള്ള ആ തോന്നൽ നമ്മുടെ ഉള്ളിൽ വേരുറപ്പിക്കുന്നത് അതാണ്. പക്ഷെ ആ ഒറ്റയ്ക്കാണെന്നുള്ളൊരു വസ്തു നമ്മൾ അനുഭവിക്കുന്നുമുണ്ട്, അല്ലേ? എന്തുകൊണ്ടാണ് അങ്ങനെ അനുഭവിക്കുന്നത്? നമുക്കറിയാമല്ലോ, കുറച്ചെങ്കിലും പേർക്കറിയാമല്ലോ, നമ്മുടെ ഉള്ളിലുള്ള മനസ്സിന്റെ ചിത്രമാണ്, മനോചിത്രമാണ്, അല്ലെങ്കിൽ ഉപബോധ ചിത്രം എന്നൊക്കെ പറയാം. കുറച്ചുകൂടെ സിമ്പിളായിട്ട് പറഞ്ഞാൽ വിശ്വാസം, നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസ വ്യവസ്ഥ. ഈ വിശ്വാസ വ്യവസ്ഥയിൽ എന്താണോ ഉള്ളത് അതാണ് നമ്മൾ വെളിയിൽ കാണുന്നത്. അതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നൊക്കെ അറിയണമെങ്കിൽ കുറച്ചുകൂടെ ആഴത്തിലേക്ക് പോകണം. ഞാൻ അതിലേക്ക് ഇപ്പൊ കയറുന്നില്ല. നിങ്ങൾക്ക് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്കിത് കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാം. അറിയാമല്ലോ, പൊന്നി പറഞ്ഞതുപോലെ ഈ വിഷയാവതരണം കഴിഞ്ഞിട്ട് ആണ് ശരിക്കുള്ള ക്ലാസ് തുടങ്ങുന്നത്. അപ്പോഴാണ് നിങ്ങളുടെ ജിജ്ഞാസ ഉണരുകയും നിങ്ങൾ എന്നോട് അന്വേഷണങ്ങൾ മുൻപോട്ട് വയ്ക്കുകയും അപ്പോൾ ഞാൻ അതിന് മറുപടി പറയും, നിങ്ങൾ അതിന് മറുപടി പറയും. അങ്ങനെ നമ്മൾ തമ്മിലുള്ള ഒരു സംവേദനത്തിലൂടെ, സംവാദമല്ല, സംവേദനത്തിലൂടെ ആണ് ഈ ഒരു ആശയ വിനിമയം നടക്കേണ്ടത്. അപ്പോ ഞാൻ ആ വിഷയം അവതരിപ്പിക്കുമ്പോൾ എന്റെ ഉള്ളില് എന്താണോ ഉള്ളത് അത് ഞാനിങ്ങനെ നിങ്ങളുടെ മുന്നിലേക്ക് വയ്ക്കുന്നു. ഞാൻ നിങ്ങളെക്കുറിച്ച്, ഞാൻ കണക്ഷൻ ഇടയ്ക്കൊന്നും മാറിപ്പോയി, ഞാൻ വീണ്ടും അതിലേക്ക് വരാം. അത് എന്റെ ഉള്ളിൽ എന്ത് ചിന്തയാണോ ഉള്ളത്, എന്റെ ഉള്ളിൽ എന്ത് മനോചിത്രമാണോ ഉള്ളത്, ചിന്തയെക്കാളും കൂടുതൽ മനോചിത്രമാണോ ഉള്ളത്, അതാണ് മുമ്പിൽ സംഭവിക്കുക. അറിയില്ലേ, അമ്മായിയമ്മ മകളുടെ അല്ലെങ്കിൽ മരുമകളുടെ കുറ്റം കാണാനായിട്ട് ഭയങ്കരമായിട്ട് ആർജവത്തോടു കൂടി നിൽക്കുമ്പോൾ പിന്നെ മരുമകൾ എന്ത് ചെയ്താലും അത് കുറ്റമാണ്. കാരണം മരുമകളിൽ കുറ്റമുണ്ട് എന്നുള്ള സങ്കല്പം അമ്മായിയമ്മയുടെ ഉള്ളിൽ നിൽക്കുന്നിടത്തോളം കാലം മരുമകൾ എന്ത് ചെയ്താലും അത് കുറ്റമായി തോന്നും. അത് കാഴ്ചപ്പാടിന്റെ, കാഴ്ചയ്ക്ക് മുന്നിൽ നിൽക്കുന്ന കണ്ണടയുടെ ഗുണമാണ്. ഈ കണ്ണടയുടെ ഗുണം കൊണ്ട് സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ എന്ത് നിൽക്കുന്നു അത് വെളിയിൽ കാണും. അപ്പോ അന്യത എന്നുള്ള ആ ഒരവസ്ഥ എന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുമ്പോൾ, ഞാൻ മറ്റുള്ളവയിൽ നിന്നും വിഭിന്നമാണ് എന്ന കാഴ്ച എന്റെ ഉള്ളിൽ ഉണ്ടായിരിക്കുമ്പോൾ ഞാൻ അന്യൻ തന്നെയാണ്. കാരണം ഞാൻ മറ്റുള്ളവയിൽ നിന്നും വേറിട്ടതാണല്ലോ, ഞാൻ വ്യക്തിപരതയിൽ ഊന്നിയതാണല്ലോ, ഞാൻ എങ്ങനെയാണല്ലോ സ്കൂളിൽ പഠിച്ചിട്ടുള്ളത്. ഞാൻ മറ്റുള്ളവരെ മത്സരിച്ച് തോൽപ്പിച്ചാൽ മാത്രമേ ഞാൻ നിലനിൽക്കൂ എന്നാണ് ഞാൻ പഠിച്ചത്. ഇനി സ്കൂളിൽ നിന്ന് വെളിയിൽ നിന്നിട്ടാണെങ്കിൽ കഴിഞ്ഞ 2 കൊല്ലം പൂട്ടിയിട്ടപ്പോഴൊക്കെ അവർ പറഞ്ഞത് ബ്രേക്ക് ദ ചെയിൻ എന്നാണ്. കണ്ണി മുറിക്കാനാണ് പറഞ്ഞത്. കണ്ണികൾ ആകാൻ പാടില്ല, കൈ കോർക്കാൻ പാടില്ല, പരസ്പരം മുട്ടാൻ പാടില്ല, നമ്മൾ വെവ്വേറെയാണെന്നാണ് പറഞ്ഞത്. അപ്പോ നമുക്ക് ഈ ആലിയനേഷൻ നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പോൾ നമ്മുടെ വീട്ടിൽ അമ്മയോ അച്ഛനോ അല്ലെങ്കിൽ സഹോദരങ്ങളോ അല്ലെങ്കിൽ കൂട്ടുകാരോ ആരെങ്കിലും ഒരാൾ നമ്മളോട് ഒരു കാര്യം പറയുകയാണ്. നമ്മളൊരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവരൊരു കാര്യം പറയുകയാണ്. അവർ എനിക്ക് പ്രിയപ്പെട്ടവരാണെങ്കിൽ, ഞാൻ അവരുടെ വചനങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നുണ്ടെങ്കിൽ, അത് കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എവിടെ നോക്കിയിരിക്കുകയാണെങ്കിലും അവർ പറഞ്ഞാൽ ഞാനത് കേൾക്കും. അവരുടെ ചിത്രം, അവരുടെ ആ വ്യക്തിത്വം എന്നുള്ളത് എന്റെ ഉള്ളിൽ പ്രാധാന്യമുള്ളതല്ലെങ്കിൽ പിന്നെ എന്താണ് സംഭവിക്കുക? ഞാൻ എവിടേക്കാണ് നോക്കുന്നതിലായിരിക്കും എന്റെ ശ്രദ്ധ. ഞാൻ എന്തിനോട് വ്യാപൃതമായിരിക്കുന്നു അതിലായിരിക്കും എന്റെ ശ്രദ്ധ. ആ ശ്രദ്ധ എന്നെ എവിടേക്കാണ് എത്തിക്കുക? ഞാൻ അതിനകത്ത്, ആ മൊബൈൽ ഫോണിന്റെ അല്ലെങ്കിൽ എന്താണോ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനകത്തേക്ക് ഞാൻ ആഴ്ന്നിറങ്ങും. എന്നിട്ടോ എന്റെ പ്രിയപ്പെട്ടവരെന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് നടക്കുന്നവർ പറയുന്നത് ഞാൻ കേൾക്കാതെ, അത് മനസ്സിന്റെ ഒരു കളിയാണ്. ഇവിടെ ഈ വേലി തീർത്തത് ആരാണ്? എന്റെ ചില ബോധം, അല്ലെ? ഞാൻ ഇവയിൽ നിന്നും വിച്ഛേദിതനായിട്ട് എന്റെ പരിസരത്തുള്ളവരോട്, എന്റെ ചുറ്റുപാടുമുള്ളവരോട് ഞാൻ ഒരു മറ തീർത്തിട്ട് ഞാൻ അവരിൽ നിന്നും വിച്ഛേദിതനായി നിൽക്കുകയാണ്. ഇത് നമ്മൾ ജനിച്ചതിന്റെ 28-ാം ദിവസം, അങ്ങനെയാണ് ഞങ്ങൾ പാലക്കാട്ടുകാരുടെ രീതി. 28-ാം ദിവസം ആ മരയിൽ ഒരു കയറ് കിട്ടുന്നതിനാണെന്ന് അറിയാം. പണ്ടൊക്കെ അത് പട്ടുകോണകം കെട്ടിക്കൊടുക്കാൻ വേണ്ടിയായിരുന്നു. പിന്നീട് അതൊരു ചടങ്ങ് മാത്രമായി. പിന്നെ അതിനു മുമ്പ് തന്നെ നമ്മൾ വസ്ത്രങ്ങൾ ഇട്ട് കൊടുക്കും. വസ്ത്രങ്ങളോടുകൂടി നമ്മൾ ആ ചുറ്റുപാടിൽ നിന്നും നമ്മൾ വിച്ഛേദിതമായി. അങ്ങനെ നമ്മൾ ശീലിച്ചു തുടങ്ങുക.
ചതുരങ്ങൾ കൊണ്ടുണ്ടാക്കിയ ഒരു വീട്ടിനകത്ത് നമ്മൾ താമസിച്ച് മുറ്റത്തേക്ക് ഇറങ്ങാതെ, ഇപ്പൊ ആധുനിക കാലത്ത് അങ്ങനെയെങ്കിൽ മണ്ണിൽ ചവിട്ടാതെ എങ്ങും മുട്ടാതെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുക. അപ്പോ നമ്മൾ നമ്മുടെ പരിസരത്ത് നിന്നും വേറെയാണ്. നമ്മൾ വേലിക്കെട്ടുകൾക്കുള്ളിൽ മതിലുകൾ കെട്ടി സുരക്ഷിതരാകാൻ ശ്രമിക്കുന്ന സമയത്ത് സത്യത്തിൽ നമ്മൾ പ്രകൃതി എന്ന മഹാഗർഭപാത്രത്തിന്റെ ആ സുരക്ഷയുടെ ആ ഒരു അളവിൽ നിന്നും, സുരക്ഷയുടെ ആ ഒരു കവചത്തിൽ നിന്നും നമ്മെ വേർതിരിച്ച് ഒരു ഒരു തടവറയ്ക്കകത്ത് കെട്ടിയിടുകയാണ്. നമ്മൾ വിചാരിക്കും നമ്മൾ സുരക്ഷിതരാകുന്നു. അത് നമ്മുടെ ഒരു കാഴ്ചയാണ്, കാഴ്ചപ്പാടാണ്, നമ്മുടെ വിശ്വാസം. അതാണ് നമ്മളെ നയിക്കുക. അപ്പൊ അവിടെ നമ്മൾ മറ്റുള്ളവയിൽ നിന്നും വിച്ഛേദിതമായി നമ്മൾ ഒറ്റയ്ക്കായിരുന്ന് അന്യമായിരുന്ന് ഈ അന്യതയുടെ വ്യാകരണം ഉപയോഗിച്ചുകൊണ്ട് ചുറ്റുപാടിനെ കാണുക. അങ്ങനെ ചുറ്റുപാടിനെ കാണുമ്പോൾ ചുറ്റിലും എന്താണ് കാണുക? നമ്മുടെ തലയ്ക്കകത്ത് എന്ത് ചിത്രമാണോ ഉള്ളത് അതൊരു ഫിലിം പോലെയാണ്. ഫിലിം നമ്മുടെ കണ്ണിലൂടെ വെളിയിലേക്ക് പതിക്കുന്ന ഒരു പ്രോജക്ടർ പോലെയാണ്. നമ്മുടെ ഉള്ളിൽ എന്ത് ചിത്രമാണോ അതാണ് നമ്മൾ ചുറ്റും കാണുക. ആ കണ്ണുകൊണ്ട് നമ്മൾ കാണുന്ന സമയത്ത് അത് തന്നെയാണ് നമ്മുടെ അനുഭവങ്ങളായിട്ട് വരുന്നത്. അങ്ങനെ അന്യത നമുക്ക് ചുറ്റും കളിയാണ്. മാതാപിതാക്കളോട്, സഹോദരങ്ങളോട്, അയൽപക്കക്കാരോട്, സഹജീവികളോട്, ദേശക്കാരോട്, പിന്നെ സുഹൃത്തുക്കളോട്, നാട്ടുകാരോട്, ബന്ധുക്കളോട്, ചുറ്റുപാടുമുള്ള ജീവജാലങ്ങളോട്, ചരാചരങ്ങളോട്, പ്രകൃതിയോടും ഒക്കെ ഈ അന്യത നമ്മൾ ഘട്ടം ഘട്ടമായി പരിശീലിക്കും. അങ്ങനെ ആധുനിക സാങ്കേതിക ഉപകരണങ്ങളുടെ ഒരു ലോകത്ത്, ഗാഡ്ജറ്റുകളുടെ ഒരു ലോകത്ത് ജീവിക്കുന്ന സമയത്ത് ഈ വിഭജനം വല്ലാതെ ജീവനുള്ളവയിൽ നിന്നും മാറി നമ്മളോട് മോശമായി പ്രതികരിക്കാത്ത, നമുക്ക് വേണ്ടത് മാത്രം തരുന്ന, നമ്മുടെ ചിന്തയ്ക്കനുസരിച്ച് വീണ്ടും വീണ്ടും പ്രതികരിച്ചു കൊണ്ടിരിക്കുന്ന ഉപകരണങ്ങൾ നമ്മുടെ മനസ്സിനെ കീഴടക്കും കൂടെ ചെയ്യുന്നതോടുകൂടി നമ്മുടെ ബന്ധുത്വം അവരുമായിട്ട് മാത്രമാകും, നമ്മുടെ ചങ്ങാത്തം അവരുമായിട്ട് മാത്രമാകും. നമ്മുടെ ഉള്ളിൽ അന്യത ഒരു വലിയ ഒരു വലിയ ചിത്രമായിട്ട് മാറുകയും അതുകൊണ്ട് നമ്മൾ മൊബൈലിൽ നിന്നും കണ്ണു മാറ്റിയിട്ട് പുറം ലോകത്തേക്ക് നോക്കുമ്പോൾ അവിടെ എല്ലാം അന്യർ മാത്രം നിൽക്കുന്നതായിട്ടും തോന്നും. അവിടെ നമുക്ക് കൈകോർക്കാൻ കഴിയില്ല, മനസ്സ് കോർക്കാൻ കഴിയില്ല, ജീവനെ കോർക്കാൻ കഴിയില്ല, ചലനങ്ങളെ കോർക്കാൻ കഴിയില്ല. ഒട്ടും കോർക്കാൻ കഴിയാതെ നമ്മൾ അതിൽ നിന്നുമൊക്കെ മാറി വിച്ഛേദിതരായി, തനിച്ചായി. ഇതല്ലേ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന അന്യത. ഈ അന്യതയുടെ ഒരവസ്ഥ സാങ്കേതിക ഉപകരണങ്ങൾ വന്നപ്പോഴൊന്നും അല്ല തുടങ്ങിയത്. ഇത് അനാദികാലം മുതലുണ്ട് അന്യതയുടെ ഒരവസ്ഥ. നമുക്ക് മത്സരിക്കേണ്ടി വരുന്നു എന്നുള്ളൊരവസ്ഥ വന്നത് മനുഷ്യരായതുകൊണ്ടാണ് പ്രധാനമായിട്ടും. മറ്റു ജീവജാലങ്ങളൊക്കെ നിലനിൽപ്പിന്റെ ഭാഗമായിട്ട്, ചില പ്രത്യേക അവസ്ഥകളുടെ ഭാഗമായിട്ട് മാത്രമാണ് മത്സരിക്കുകയോ അല്ലെങ്കിൽ പരസ്പരം കൊമ്പുകോർക്കുകയോ ചെയ്യുന്നത്. മനുഷ്യന് അതിന്റെ ആവശ്യമില്ല. അവന് മറ്റു ജീവികളിൽ നിന്നും മനുഷ്യനെ വ്യത്യസ്തനാക്കുന്നത് മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാനുള്ള ശേഷിയാണ്. ഒരു പ്രത്യേക എക്സാമ്പിൾ ഒന്നും വേണ്ട അവന് ഭാവന ചെയ്യാൻ. അവൻ എന്തും ഭാവന ചെയ്യും. ആ ഭാവനയിൽ അവന്റെ ഉള്ളിൽ അസൂയയും കുനിഷ്ടും കുമ്മാട്ടിയും കുറ്റം കാണലും എല്ലാം ഉണ്ടാകും. അതുവഴി അന്യന്റെ വ്യക്തിത്വത്തെ തന്റെ വ്യക്തിത്വവുമായിട്ട് മാറ്റിവെച്ച് നോക്കിയിട്ട് അതിനകത്ത് അന്യതയുടെ സാധ്യതകൾ കണ്ടെത്തി അവൻ വഴിമാറിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആധുനിക സംസ്കാരത്തിലൂടെ കടന്നു പോകുമ്പോൾ ആധുനിക സംസ്കാരം നമുക്ക് കൂടുതൽ ചിന്തിക്കാനും കൂടുതൽ മനസ്സിലാക്കാനുമുള്ള പദങ്ങൾ ഭാഷയിൽ തന്നിട്ടുണ്ട്. അത് മനസ്സിലാക്കാനുള്ള സങ്കേതങ്ങളും വ്യാകരണങ്ങളും തന്നിട്ടുണ്ട്. അത് കൃത്യമായിട്ട് ബോധ്യപ്പെടാനുള്ള ദുർധരണികൾ തന്നിട്ടുണ്ട്. ഇതെല്ലാം തന്നിട്ടും നമ്മൾ കൂടുതൽ കൂടുതൽ അലിയനേറ്റ് ചെയ്തു പോകുന്നു, അന്യവൽക്കരിക്കപ്പെടുന്നു എന്നല്ലാതെ മറ്റെന്താണ് ഉണ്ടാകുന്നത്? അപ്പോ അന്യവൽക്കരണം എന്നുള്ളത്, ഒറ്റപ്പെടുക എന്നുള്ളത് ഇവിടെ ഒരു പൊതു പ്രതിഭാസമായിട്ട് മാറിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ശരീരത്തെ അറിയില്ല. കാരണം ശരീരത്തെ നമ്മൾ അറിഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ സംസ്കാരവും യുക്തിയും പിന്നീട് അക്കാദമിയും ഒക്കെ ചേർന്നിട്ട് അവരുടെ ഭാഷാശാസ്ത്രം, അവരുടെ വ്യാകരണം, അവരുടെ യന്ത്ര സംവിധാനം ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലേക്ക് ഒരു സാധനത്തെ പരിചയപ്പെടുത്തും. ഞാൻ എൻ്റെ മണ്ണിന്റെ അറിവിനെ, എൻ്റെ മണ്ണിലുള്ള അറിവിനെ, എൻ്റെ ചുറ്റുമുള്ള അറിവിനെ ഞാൻ അറിയുന്നതിന് മുമ്പേ ഞാൻ ഉപകരണങ്ങൾക്കും സങ്കേതങ്ങൾക്കും സംസ്കാരങ്ങൾക്കും ഒക്കെ വഴിപ്പെടുന്ന സമയത്ത് സ്വാഭാവികമായും എൻ്റെ കയ്യിൽ നിന്നും ഞാൻ അപ്രത്യക്ഷമായി പോകും. എൻ്റെ പിടിയിൽ നിന്നും ഞാൻ തന്നെ നഷ്ടപ്പെട്ടു പോകും. അങ്ങനെ പോകുന്ന ഒരു പോക്കിന്റെ വഴിയിലാണ് നമ്മൾ അന്യവൽക്കരണത്തെ പഠിച്ചു തുടങ്ങുന്നത്. ഈ അന്യവൽക്കരണത്തെ പഠിച്ചു തുടങ്ങിക്കഴിഞ്ഞ് നമ്മൾ സംസ്കാരത്തിന്റെ, സമുദായത്തിന്റെ പാഠങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വീണ്ടും
നമുക്ക് നഷ്ടമാകുന്നത് നമുക്ക് നമ്മുടെ ചുറ്റുപാടിൽ നിന്നും അറിയാനുള്ള ഇൻഡിജിനിയസ് നോയിങ് എന്നുള്ള ശേഷം, ഇൻഡിജിനിയസ് നോളജിനെ കുറിച്ചല്ല പറയുന്നത്, ഇൻഡിജിനിയസ് നോയിങ്, അതായത് നമുക്ക് പാരമ്പര്യമായിട്ട് കാര്യങ്ങളെ അറിയാനുള്ള ഒരു സിദ്ധിയുണ്ട്. ഈ സിദ്ധി നമുക്ക് നഷ്ടമാകും. ഇപ്പോ നമുക്ക് എന്താണ് നമ്മുടെ ഭക്ഷണം എന്ന് ചോദിച്ചാൽ നമ്മൾ ഉടനെ പറയുക, മലയാളിയാണെങ്കിൽ പറയും ചോറും കറിയും. ചോറും കറിയും മാത്രമാണോ നമ്മുടെ ഭക്ഷണം? അത് മാത്രമായിട്ടാണോ നമ്മുടെ, അല്ലെങ്കിൽ അതാണോ നമ്മുടെ ഭക്ഷണം, അത് തന്നെയാണോ നമ്മുടെ ഭക്ഷണം എന്ന് ചോദിച്ചാൽ നമ്മൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് പറയുക. ഞങ്ങൾ പാരമ്പര്യമായിട്ട് അതാണ് കഴിക്കുക എന്നുള്ളതാണ്. അതല്ലാതെ നമുക്ക് എന്താണ് സ്വതസിദ്ധമായിട്ടുള്ളത്? അതിന് നമ്മുടെ സഹജബോധവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പ്രകൃതിയുമായി ചേർന്നിരിക്കാനുള്ള ഒരു ഇടയെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അതില്ലല്ലോ നമുക്ക്. അപ്പോ അങ്ങനെ അലിയനേറ്റ് ചെയ്തു പോയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് നമ്മൾ ഞാൻ ഒറ്റപ്പെട്ടു പോയി എന്ന് ആശങ്കപ്പെടുന്നത്, വ്യാകുലപ്പെടുന്നത്. ഇവിടെ യഥാർത്ഥത്തില് അങ്ങനെ തന്നെയാണോ കാര്യങ്ങൾ? ഞാൻ എന്നത് ഒരൊറ്റയാണ്. നാരായണ ഗുരു നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ഞാനെന്നല്ല നാം എന്ന് പറയണമെന്നുള്ളത്. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ സന്തോഷമായിട്ടാണ്. ഇത്ര നേരം ഞാൻ ഒരു മുഖമെങ്കിലും കേട്ട് സംസാരിച്ചു. ഇപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ. ഞാൻ തന്നെ ഞാൻ എന്നെ നോക്കിക്കൊണ്ട് സംസാരിക്കും. വളരെ സന്തോഷം. ഓക്കെ, അപ്പോ ഇത് ഒരുപക്ഷെ എന്റെ കാഴ്ചയുടെ ആയിരിക്കാം. ഇങ്ങനെയാണ് കേരളത്തിന്റെ ജനസമൂഹം, പ്രത്യേകിച്ചും ഇത് കേൾക്കാനായി വന്നെത്തിയവർ പോലും ഇങ്ങനെയാണ്. അന്യതയെ അവരുണ്ടാക്കുകയും അവരെന്നിലേക്ക് പ്രദാനം ചെയ്യുന്നവരുമാണെന്നുള്ള എന്റെ തോന്നലായിരിക്കണം ഒരുപക്ഷെ ഈ ഒരു അനുഭവത്തിന് കാരണം. ആകട്ടെ, അപ്പോ അതിന്റെ കുറ്റവും ഞാൻ അങ്ങ് കേൾക്കാം. അപ്പൊ ഈ അന്യതയുടെ ആ ഒരു വഴിയിൽ നമ്മൾ എന്താണ് എന്ന് നമ്മളൊന്നും മനസ്സിലാക്കേണ്ടതില്ലേ? നമ്മൾ ഒറ്റയ്ക്കായി പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ ഈ പറഞ്ഞ കാരണങ്ങളെല്ലാം അവിടെ ഇരിക്കട്ടെ. നമ്മൾ ഒറ്റയ്ക്കാണ്. എവിടെയാണ് ഒറ്റയ്ക്കാണ്? ഞാൻ എന്നത് എന്താണ്? ഇത് മൗലികമായൊരു ചോദ്യമാണ്. മനുഷ്യരുണ്ടായ കാലം മുതൽ മൗലികമായിട്ടുള്ള ഒരു ചോദ്യം. ഞാൻ എന്നത് എന്താണ്? പ്രകൃതിയാകുന്ന മഹാശരീരത്തിന്റെ അകത്ത് ഇവിടെ ഒട്ടേറെ വസ്തുക്കളുണ്ട്, വസ്തുതകളുണ്ട്, സാഹചര്യങ്ങളുണ്ട്, പശ്ചാത്തലങ്ങൾ, പ്രവർത്തനങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, പുറപ്പെട്ട ഇടങ്ങളുണ്ട്, വേരുകളുണ്ട്, ശിഖകളുണ്ട്, ശിഖരങ്ങളുണ്ട്. ഇല്ലേ? ഞാൻ ഈ പറഞ്ഞതൊക്കെ ജീവിതമായിട്ട് ബന്ധപ്പെടാത്തതാണെന്ന് തോന്നുന്നു. എനിക്കൊരു ശരീരമുണ്ടെന്നുള്ളത് ശരിയാണ്. എനിക്കൊരു ശരീരം. ഈ ശരീരം എന്ന് പറയുന്നത് ആണോ ഞാൻ? അല്ല. എന്റെ ശരീരം എന്നുള്ളത് എന്റെ ജീവനാൽ നിർമ്മിക്കപ്പെട്ട ഒന്നാണ്. അതെനിക്കറിയാം. എന്റെ ജീവനാണ് എന്റെ ശരീരത്തെ നിർമ്മിച്ചത്. എനിക്കറിയാം. നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയുമെന്ന് എനിക്കറിയാം. എന്റെ ജീവനാണ് എന്റെ ശരീരത്തെ ഉരുവാക്കിയത്. കാരണം എന്റെ ജീവൻ ഒരു സൈഗോട്ടായിരുന്നൊരവസ്ഥയിൽ നിന്നും ഇങ്ങനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നത് എന്റെ ജീവനാണ്. ജീവൻ അതുണ്ടാക്കിയത് എന്തിനു വേണ്ടിയാണ്? നമ്മൾ ഈ ഒരു കാര്യകാരണ സിദ്ധാന്തങ്ങളുടെ ഒരു വഴി പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി ഔട്ട്പുട്ട് ആയിട്ട് വെളിയിലേക്ക് എന്തെങ്കിലുമൊക്കെ വരും എന്നുള്ളതാണ്. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ, അപ്പോ ഞാനൊരു മുട്ട താഴെ ഇട്ടാൽ അത് പൊട്ടിപ്പോകും. താഴെ ഇട്ടത് കൊണ്ട് പൊട്ടിപ്പോകും എന്നുള്ളതാണ്. അപ്പൊ താഴെ ഇടുന്നതാണ് കാരണം എന്നുള്ളത്. താഴെ ഇട്ടത് എന്തിനു വേണ്ടിയാണ്? ആരോ പറഞ്ഞത് കൊണ്ടാണ്. ആരോ പറഞ്ഞത് കൊണ്ട് ഞാൻ താഴെ ഇട്ടപ്പോൾ അത് പൊട്ടിപ്പോയി. തിരിച്ചു ചിന്തിക്കാൻ നമുക്കറിയില്ല. കാരണം നമ്മൾ രേഖീയമായി മാത്രം ചിന്തിക്കുന്നവരാണ്. കാലങ്ങൾക്കനുസരിച്ച് രേഖീയമായി മാത്രം ചിന്തിക്കുന്നവരായതുകൊണ്ട് നമുക്ക് അതിനെ തിരിച്ചു ചിന്തിക്കാൻ അറിയില്ല. ആ മുട്ട പൊട്ടി അതിന്റെ ഉള്ളിലുള്ളതെല്ലാം അവിടെ ചിതറേണ്ടതുണ്ടായിരുന്നു. ആ ചിതറേണ്ടതുണ്ടായിരുന്നത് കൊണ്ടാണ് മുട്ട പൊട്ടിയത്. പൊട്ടേണ്ടതുണ്ടായിരുന്നത് കൊണ്ടാണ് മുട്ട അവിടുന്ന് കയ്യിൽ നിന്നും പോയത്. അത് കയ്യിൽ നിന്നും വിടേണ്ടതുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് മറ്റൊരാൾ പറഞ്ഞത് എന്ന രീതിയിൽ കാര്യകാരണങ്ങളെ നമുക്ക് തിരിച്ചു വായിക്കാൻ കഴിയും. രേഖീയമായി ചിന്തിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അത് അല്പം ബുദ്ധിമുട്ടാണ്. അങ്ങനെയല്ല നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പോ നമ്മുടെ കാഴ്ചപ്പാടുകളിൽ നമ്മൾ ഈ രീതിയിൽ മനസ്സിലാക്കുമ്പോൾ എന്റെ ശരീരം ഉണ്ടാകുന്നതിന് ജീവൻ കാരണമാകുന്നു. ജീവൻ അങ്ങനെ ഉണ്ടാകുന്നതിന് അഹം കാരണമാകുന്നു.
എന്നിങ്ങനെ നമ്മൾ പഠിച്ചു പോകേണ്ടി വരും. അങ്ങനെ പഠിച്ചു പോകുമ്പോൾ ഉപരിവ്യവസ്ഥയായ മഹാഗർഭപാത്രമായ ഭൂമിയുടെ ആ സങ്കല്പം നിങ്ങൾക്ക് മനസ്സിലാകണം. ഭൂമിക്ക് അകത്താണോ പുറത്താണോ നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഈ ക്ലാസ്സുകൾ, ഈ സ്ഥാപനങ്ങളിൽ പോയിട്ട് ക്ലാസ് എടുക്കുന്ന സമയത്ത് വേർ ഡു വി ലീവ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺ എർത്ത് എന്നാണ് മിക്കവരും പറയുക. ഭൂമിക്ക് മുകളിൽ ജീവിക്കുന്നു. ഭൂമിക്ക് അകത്താണ് ജീവിക്കുന്നത് മിക്കവർക്കും അറിയില്ല. ഭൂമിക്ക് അകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ, ആ ഗർഭപാത്രത്തിനകത്ത് ജീവിക്കുമ്പോൾ, അതിന്റെ സുരക്ഷയിൽ ജീവിക്കുമ്പോൾ, അവൾ നമ്മളെ സമ്പൂർണമായും സംരക്ഷിച്ചു കൊണ്ടിരിക്കുമ്പോൾ, മത്സരിക്കണമെന്ന് ഈ സായിപ്പ് പഠിപ്പിച്ച, ബ്രിട്ടീഷുകാർ പഠിപ്പിച്ച മത്സരിക്കണം എന്നുള്ള വ്യാകരണം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്ന സമയത്ത് അവൾ നമ്മളെ സംരക്ഷിക്കണം നമുക്ക് മനസ്സിലാവില്ല. അവളുടെ മുകളിൽ അധിനിവേശം ചെയ്യണം എന്നുള്ളത് മാത്രമാണ് മനസ്സിലാവുക. അങ്ങനെ അധിനിവേശം ചെലുത്തുന്ന നമുക്ക്, നമ്മൾ ഉണ്ടാകുന്നതിന് അവളൊരു കാരണമാണെന്ന് നമുക്കറിയില്ല. എന്റെ ശരീരത്തിൽ കൈയുണ്ടായത് എന്റെ ശരീരത്തിന്റെ ഒരു ആവശ്യത്തിന് വേണ്ടിയാണ്. അതിനെയാണ് ധർമ്മം എന്ന് പറയും. അതുപോലെ ഭൂമിയുടെ ഒരു ആവശ്യം നിർവഹിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണ്ടായത് എന്ന ബോധ്യം എന്നിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് ധർമ്മം എന്ന് പറയുക, അല്ലെങ്കിൽ ഉദ്ദേശ്യം എന്ന് പറയും. ഉദ്ദേശ്യം നടപ്പിലാക്കാനുള്ള, ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. ആ കാര്യങ്ങളാണ് ധർമ്മം എന്ന് പറയും. അപ്പോൾ ആ ധർമ്മം നടപ്പിലാക്കാനാണ് എനിക്ക് എന്റെ ജീവൻ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ ഇടയിൽ പല ഘട്ടങ്ങളുണ്ട്, ഞാൻ അതിലേക്ക് കയറുന്നില്ല. അതൊക്കെ കൂടുതൽ ഫിലോസഫിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതവിടെ ഇരിക്കട്ടെ. നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് കയറിപ്പോകാം. അപ്പൊ എന്റെ പ്രസ്താവിക്കാനുള്ള കാര്യം ഇതാണ്. അതിലേക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. അപ്പോ എന്റെ ശരീരം എന്ന് പറയുന്നത് ഉണ്ടായത് ജീവനാലാണ്. ജീവൻ അതിനെ ഉണ്ടാക്കിയത് അത് നടപ്പിലാക്കാനുള്ള ധർമ്മങ്ങൾ മൂലമാണ്. ഈ ശരീരം കൊണ്ട് എന്തോ ചെയ്യാനുണ്ട്. അപ്പോ ശരീരമുണ്ടായി എന്ന് പറയുമ്പോൾ ശരീരം മാത്രമാണ് ഉണ്ടായത്. ശരീരം എന്ന് പറയുമ്പോൾ ഈ കാണുന്ന ഭൗതിക ശരീരം എന്നുള്ള രീതിയിൽ ഉണ്ടായി. ശരീരത്തിൽ തന്നെ ഘനപ്പെട്ട എല്ല് പോലെയുള്ളവയുണ്ട്, അതിൽ അല്പം മിതപ്പെട്ട മാംസം പോലുള്ളവയുണ്ട്, അതിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന ചലസ്ഥിതാവസ്ഥയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന രക്തം പോലുള്ളവയുണ്ട്, അതിനകത്ത് വാതകങ്ങളുണ്ട്, അതിനകത്ത് പ്ലാസ്മിക് രൂപത്തിലുള്ള അഗ്നി പോലുള്ള കാര്യങ്ങളുണ്ട്, രസങ്ങളെല്ലാം. ഇവയ്ക്കുമപ്പുറത്ത് ഇതിന് ഈ പറഞ്ഞവയെ, അതിനെ ഭൗതികമായി ഇരിക്കുന്നത് കൊണ്ടവയെ നമ്മൾ ഭൂതങ്ങൾ എന്ന് പറയും, പഞ്ചഭൂതങ്ങൾ എന്ന് പറയും. അവയും കൊണ്ട് തീരുന്നുണ്ട്. നമ്മുടെ ശരീരത്തിലെ ഒട്ടേറെ പ്രവർത്തനങ്ങൾ. അപ്പോ ഈ പ്രവർത്തനങ്ങളെല്ലാം തന്നെ ആക്കങ്ങളായിട്ടാണ് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നത്. പലതരം ആക്കങ്ങൾ. ഇപ്പൊ ഞാൻ മുൻപോട്ട് ആയണം എന്നുണ്ടെങ്കിൽ, മുൻപോട്ട് ഇങ്ങനെ ആയുമ്പോൾ ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ഈ ആക്കങ്ങൾക്ക് അവിടെയും ഇവിടെയും എല്ലാം ചില തള്ളലുകൾ വരുന്നുണ്ട്, അല്ലെ? അപ്പൊ ഈ പലതരം ഈ ആക്കങ്ങളെല്ലാം നമ്മളെ ഓരോ ദിശയ്ക്ക് ചലിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ഒരു യന്ത്രത്തെ എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു JCB എടുത്തു കഴിഞ്ഞാൽ, ആ JCBയിലെ ഹൈഡ്രോളിക്സ് ആണ് അതിനെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ യന്ത്രം ചലിക്കുന്ന സമയത്ത് അതിന്റെ ഹൈഡ്രോളിക് സിസ്റ്റം വഴി അതിന്റെ ഓരോ അംശങ്ങളെയും ചലിപ്പിച്ചു കൊണ്ടുപോകും. ആ ചലിപ്പിച്ചു കൊണ്ടുപോകുന്ന ഇടങ്ങളിലെല്ലാം തന്നെ ഓരോ തരം മർദ്ദങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അവയ്ക്കെല്ലാം തന്നെ ഓരോ തരം ആക്കങ്ങൾ ഉണ്ടാകുന്നു. ഈ ആക്കങ്ങളാണ് അതിനെ ചലിപ്പിച്ചു കൊണ്ടുപോകുന്നത്. ജീവനുള്ള ശരീരത്തിൽ ഈ ആക്കങ്ങൾക്കൊരു പർപ്പസ് ഉണ്ട്. എന്റെ പുറം ചൊറിയുമ്പോൾ ആ ചൊറിച്ചിൽ മാറ്റി അതിനെ സമീകരിക്കാനായിട്ടാണ് എന്റെ കൈ അപ്പുറത്തേക്ക് ചെന്നിട്ട് ചൊറിച്ചിൽ എന്നുള്ള പ്രക്രിയ ചെയ്യുന്നത്. അപ്പൊ ഇതിനൊരു പ്രേരണയും. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ എന്റെ ശരീരത്തില് ഭൗതികങ്ങളായ മാത്രമല്ല, ഭൗതികമായ ആ പ്രവർത്തനങ്ങളുണ്ട്. അത് പലതരം പ്രവർത്തനങ്ങളുണ്ട്. പല ധർമ്മ സംവിധാനങ്ങളുണ്ട്, കാര്യങ്ങളുണ്ട്, കാരണങ്ങളുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്, കർമ്മങ്ങളുണ്ട്, കർമ്മഭാരങ്ങളുണ്ട്. ഇങ്ങനെ ഓരോ നിരനിരയായി കാരണങ്ങൾ. ഇവ ഓരോന്നിനെയും നമ്മൾ സാധാരണ രീതിയിൽ ഭൗതികമെന്ന് പറയുന്നു. ഭൗതികമായ ആ ഒരു ചേർച്ചയിൽ നിൽക്കുന്ന ഒരു കാര്യത്തെ മാത്രം നമ്മൾ ഭൗതികമായി മനസ്സിലാക്കുന്നു. അതിനൊരു കാരണമുണ്ടെങ്കിൽ കാരണത്തെ നമ്മൾ എവിടെ ചേർന്ന് ഗണിക്കും. ഒരു വസ്തുവിനെ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ നീളവും വീതിയും ഉയരവും ഒക്കെ എടുത്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അത് ഇന്നതാണ്, ഇത്രയുണ്ട് എന്നുള്ളത്. ക്വാണ്ടിറ്റേറ്റീവ് ആണ്, ഇതിനെ അളക്കാൻ കഴിയും. ഇത് എവിടെ നിന്ന് കൊണ്ടുവന്നു എന്ന കാര്യം, എവിടെ നിന്ന് കൊണ്ടുവന്നു, എന്തുകൊണ്ട് കൊണ്ടുവന്നു എന്നൊക്കെ ചോദിച്ചാൽ ഇത് നമുക്ക് അളക്കാൻ കഴിയില്ല. അതിന് മറ്റ് ചില മാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഇപ്പൊ ഒരു ചെറിയ കല്ല്, അത് എലിസബത്ത് രാജ്ഞി ബ്രിട്ടീഷ് ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്നപ്പോ കൊണ്ടുവന്നതാണ് എന്ന് പറഞ്ഞ് അതിനൊരു പ്രാധാന്യം നൽകിയ പിന്നെ അതിന്റെ മൂല്യം എന്തായി? സാധാരണ മാർക്കറ്റിന്റെ ഒരു കണക്ക് വെച്ച് ഞാൻ പറഞ്ഞത്, അതിന്റെ മൂല്യം എന്തായി?
ഇത് ആ ആ ആ കല്ലിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടോ? ഉണ്ടാവില്ല. നമുക്കത് കാണാൻ കഴിയില്ല, അത് അളക്കാൻ കഴിയില്ല, അത് ഭൗതികേതരമാണ്. ആ കല്ലിനെ അങ്ങനെ ഘടന ചെയ്തത് എന്താണ്, എന്തിനാണ്, അതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള ചില ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്ക് അറിയില്ല. ഇത് കല്ലിന്റെ കാര്യം പറയുമ്പോൾ, ഒരു ഭൗതിക വസ്തുവിന്റെ കാര്യം പറയുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഈ ആധുനിക കേസന്വേഷണങ്ങളുടെ ഒക്കെ ഒരു രീതി പോലെ നമുക്ക് അന്വേഷിച്ച് പോകാം. ഇതൊക്കെ ആയിരിക്കും കാര്യങ്ങൾ. നമ്മുടെ ജീവിതത്തെ, ഞാനെന്ന വ്യക്തിത്വത്തെ അന്വേഷിക്കുന്ന സമയത്ത് അതിന്റെ കാര്യവും കാരണം എന്താണ് നമുക്കറിയും. ഇതെങ്ങനെ രേഖപ്പെടുത്തി വെച്ചിട്ടില്ല. ഇത് ഈ ഭൂതങ്ങളുടെ അവസ്ഥയിൽ, പഞ്ചഭൂതങ്ങളുടെ ഒരു അവസ്ഥയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. പഞ്ചഭൂതങ്ങൾ മാത്രമല്ല, ഇതിനെ ഇങ്ങനെ ആക്കി തീർത്ത, അപ്പൊ ഉദാഹരണത്തിന് നമ്മളിപ്പോ അന്ധക്കരണങ്ങൾ എന്ന് പറയുന്നത്, കരണങ്ങൾ എന്ന് വെച്ചാൽ നിലകൾ, ആന്തരികമായ നിലകൾ, ഇതിനെ ഇങ്ങനെ ആക്കി കൺവേർട്ട് ചെയ്യാനുള്ള ചില മെക്കാനിസങ്ങളാണ് അഹങ്കാരം, ചിത്തം, ബുദ്ധി, മനസ്സ് എന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയുള്ള ചില ഘടനകൾ ഇതുപോലെ നമ്മളിപ്പോ 96 തത്വങ്ങളുടെ പേരിൽ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. അതിൽ ആ 96 തത്വങ്ങൾ എന്ന് പറയുന്നതെല്ലാം തന്നെ ഈ ഭൗതികാവസ്ഥയ്ക്കും അതീതമായി നമ്മൾ കണ്ടെത്തുന്ന കാര്യങ്ങളാണ്. അവിടെയൊന്നും ധർമ്മത്തെക്കുറിച്ച് പറയുന്നില്ല കേട്ടോ, അവിടെ ഒരു കുറവുണ്ടത്. അപ്പോ ഇത്തരം കാര്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ഒന്നിനെയാണ് നമ്മൾ ഒരു വ്യക്തിയായിട്ട് മനസ്സിലാക്കുന്നത്. ഞാനെന്ന് മനസ്സിലാക്കുന്നത് ഇങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്ന ഒരു മഹാ സംവിധാനത്തെയാണ്. സാധാരണ രീതിയിൽ ശാസ്ത്രത്തിന്റെ വാക്ക് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ വ്യവസ്ഥ എന്നാണ് പറയുന്നത്. വ്യവസ്ഥിതമായ ഒരു അവസ്ഥയിൽ, നിയതമായ രീതിയിൽ ഒരു വാക്ക് ചേർന്നിട്ടുള്ള കുറേയേറെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഈ ഘടകങ്ങളെല്ലാം ഒരുമിച്ച് ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒന്നും രണ്ടല്ല, രണ്ടിലും കുറവ് വരും ഭൗതികമായി. പ്രവർത്തനപരമായിട്ട് അതിൽ രണ്ടിലധികം വരുമെന്ന്. ഈ അധികമായി കാണുന്നതാണ് അതിന്റെ ആ സവിശേഷ സ്വഭാവം എന്ന് പറയുന്നത്. അതുപോലെ ഞാനെന്ന വ്യക്തി ഞാനായിത്തീരുന്നത് ഒട്ടേറെ കാര്യങ്ങൾ ഒരുമിച്ച് ചേർന്നിട്ടാണ്. ഈ ഒട്ടേറെ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ ശരീരം മാത്രമല്ല, ഒട്ടേറെ പ്രതിഭാസങ്ങൾ, മനസ്സ്, ജീവൻ, മനസ്സ്, അറിവ്, ചൈതന്യം, അതിന്റെ സ്ഥലം, കാലം, രൂപം, ഭാവം, ഭവം, ഇവിടെയെല്ലാം ഈ രൂപത്തിലെല്ലാം തന്നെ അത് നിറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഈ ഞാൻ എന്ന് പറയുന്നത് ഞാൻ തനിച്ചായ ഒരു സത്തയായിട്ടാണോ? ഞാൻ കഴിഞ്ഞ ദിവസം ഇക്കഴിഞ്ഞ ദിവസം അല്ല, കുറച്ച് നാളുകൾക്ക് മുമ്പ് ശ്രീ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ഒരു ട്രെയിനറുടെ ഒരു ചെറിയ വീഡിയോയുടെ ചെറിയൊരു ക്ലിപ്പിൽ അദ്ദേഹം പറഞ്ഞു, ഈ പ്രകൃതി നിയമങ്ങൾ ഉണ്ടല്ലോ, പ്രകൃതി നിയമങ്ങളെ ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതിഭാസങ്ങൾ എന്നാണ് പറയുന്നത്. ഗുരുത്വാകർഷണം അത്തരത്തിലൊരു പ്രതിഭാസമാണ്, കാറ്റടിക്കുന്നത് അത്തരത്തിലൊരു പ്രതിഭാസമാണ്, ഒരു മുറിവ് വന്നു കഴിഞ്ഞാൽ അത് ഉണങ്ങുക എന്നുള്ളൊരു പ്രതിഭാസമാണ്. അപ്പൊ ഇങ്ങനെയുള്ള പ്രതിഭാസങ്ങൾ ഓരോന്നിനെയും നമ്മൾ അക്കമിട്ട് എഴുതിയാൽ അവയെല്ലാം ഓരോ നിയമങ്ങളാണ് നമുക്ക് വിളിക്കാം. ഈ ഓരോ നിയമങ്ങളുമാണ്, പ്രകൃതിയിലെ ഓരോ നിയമങ്ങളുമാണ് നാം സാധാരണ രീതിയിൽ വിശ്വസിച്ചു പോരുന്ന ദേവതകൾ എന്ന്, ജിന്നുകൾ എന്ന്, മലക്കുകൾ എന്ന്. ഇവയെല്ലാം തന്നെ പ്രകൃതിയുടെ ഓരോ പ്രതിഭാസങ്ങൾ. ഭൗതിക ശരീരത്തിലെ ഒരു ഭൂതം എന്ന് പറയുന്നത് എന്റെ ശരീരത്തിലെ ഘനരൂപമായിട്ടുള്ള, നമ്മൾ ഭൂമിതത്വം എന്നൊക്കെ പറയും, ഘനരൂപമായിട്ടുള്ള ഒരു അവസ്ഥ ഒരു പ്രകൃതിയുടെ പ്രതിഭാസമാണ്. എന്റെ മനസ്സെന്ന് പറയുന്നത് പ്രകൃതിയുടെ പ്രതിഭാസമാണ്, എന്റെ ഓർമ്മ പ്രകൃതിയുടെ പ്രതിഭാസമാണ്, എന്റെ ഉള്ളിലെ ആക്കം എന്ന് പറയുന്നത്, എന്റെ കർമ്മങ്ങൾ എന്ന് പറയുന്നത്, എന്റെ ജ്ഞാനം എന്ന് പറയുന്നത്, എന്റെ സഹജബോധം എന്ന് പറയുന്നത്, എന്നിലെ ചൈതന്യം എന്ന് പറയുന്നത്, എന്നെ മുഴുവനായിട്ടും ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന, എന്നെ മുഴുവൻ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ആ വിശ്വപ്രാണൻ എന്ന് പറയുന്നത്, ഇതെല്ലാം ഓരോ പ്രതിഭാസങ്ങളാണ്. ഈ പ്രതിഭാസങ്ങളെല്ലാം ഓരോ ദേവതകളാണ് എന്ന് മനസ്സിലാക്കണമെന്നത്. എന്നുവെച്ചാൽ അവർക്കൊരു ദേവരൂപമുണ്ടെന്നല്ല, ദേവതകളായി നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് ഈ പ്രതിഭാസങ്ങളെയാണ്. അപ്പൊ ഈ പ്രതിഭാസങ്ങൾ എല്ലാം കൂടെ ചേർന്നിട്ട് എനിക്ക് നൽകിയ സവിശേഷ രൂപമാണ് ഞാൻ. അതിൽ ആ ചേർച്ചയിൽ എന്നിൽ ഉരുവായ അധികമായിരിക്കുന്ന ആ ഒരു അവസ്ഥ, ആ അധികമായത് എന്താണ്? ആ അധികമായി നിൽക്കുന്ന ദിമോർ എന്ന് പറയുന്ന ഒന്നാണ് ഞാൻ എന്നുള്ള വ്യക്തിത്വം. എന്റെ ജീവൻ എന്ന് പറയുന്നതിനേക്കാളും എന്റെ ആത്മം എന്നൊക്കെ പറയും, എന്നിൽ നിറഞ്ഞിരിക്കുന്ന ആ ഒന്ന്, ആ ഞാൻ, എന്നെ തിരിച്ചറിയുന്ന ആ ഞാൻ ആണ് ഒറ്റയ്ക്കായി പോയി എന്ന് പരിതപിച്ചത്. ഇവയെല്ലാം ചേർന്ന് നിൽക്കുന്ന, ഇവയെല്ലാം ചേർന്നുണ്ടായ സവിശേഷമായ ഏകീകരണത്തിന്റെ ഭാഗമായി അവസാനം വെളിപ്പെട്ട ഞാനാണ്
വെളിപ്പെട്ട ഞാനാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്, അന്യവൽക്കരിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ എന്നെ ഈ രൂപത്തിലാക്കിയ ആ മഹാപ്രാണനുണ്ടല്ലോ, എന്നെ ഈ രൂപത്തിലാക്കിയ ഒട്ടേറെ സംവിധാനങ്ങളുണ്ടല്ലോ, ഒട്ടേറെ പ്രതിഭാസങ്ങളുണ്ടല്ലോ, ഒട്ടേറെ ദേവതകളുണ്ടല്ലോ, ഇവയെല്ലാം ചേർന്ന്, അതിനെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചതിലെ 96 തത്വങ്ങളെന്നോ 108 തത്വങ്ങളെന്നൊക്കെ വിളിക്കുന്ന ആ ഒരു കാര്യം. ഇവയെല്ലാം ചേർന്നാണ് ഞാനെന്ന സത്ത ഉണ്ടായത്. ഇവിടെയാണ് നാരായണ ഗുരു ഞാനെന്നല്ല നാമെന്ന് വിളിക്കണമെന്ന് പറഞ്ഞു. ഈ ശരീരത്തെ ഞാനെന്ന് വിളിക്കുമ്പോൾ എന്റെ അഹങ്കാരം നിറഞ്ഞു നിൽക്കുന്നു. അതിനു പകരം നാമെന്ന് വിളിക്കുമ്പോൾ ഇവിടെ എല്ലാം അഹത്തിന്റെ ഏകായ്മയിലാണ്, അവയെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ ഏകാവസ്ഥയിലാണ്, സിംഗുലാരിറ്റിയിലാണ് ഞാനെന്നുള്ളൊരവസ്ഥ. എന്നെ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇതില് എന്റെ ശരീരത്തെ ഇങ്ങനെ എല്ലാം ആക്കി തീർത്ത, എന്നെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ സംസാരിക്കാൻ പ്രേരിപ്പിക്കുന്ന, എന്നെ ഈ ഒരു സംവിധാനത്തിന്റെ, എന്റെ ധർമ്മവ്യവസ്ഥയിലൂടെ, എന്റെ കാര്യകാരണങ്ങളുടെ വഴിയിലൂടെ എന്നെ നടത്തിക്കൊണ്ടു പോകുന്ന, എന്റെ അകത്തിരിക്കുന്ന ഇതിനെല്ലാം ഏകീകരിച്ചു കൊണ്ടുവന്ന ആ ഒന്ന് ഉണ്ടല്ലോ. എന്നുവെച്ചാൽ എന്റെ ഉള്ളിൽ ഒരുപാട് പ്രതിഭാസങ്ങളുണ്ട്. ഭൗതിക രൂപത്തിലും ഭൗതികമല്ലാത്ത രൂപത്തിലും ഒക്കെ ആയിട്ട് ഒട്ടേറെ പ്രതിഭാസങ്ങളുണ്ട്. ഈ പ്രതിഭാസങ്ങളെയെല്ലാം ഏകീകരിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആ മഹാജീവനുണ്ടല്ലോ, മഹാപ്രാണനുണ്ടല്ലോ, പ്രാപഞ്ചികമായ പ്രാണന്റെ ആ ചെറിയ അംശമായ വിളക്കായി നിൽക്കുന്ന, എന്റെ ഉള്ളിൽ എളിഞ്ഞു നിൽക്കുന്ന ആ പ്രാണനുണ്ടല്ലോ, ഇത് പോയാൽ പിന്നെ ഞാനില്ല. എന്റെ ഈ ഏകീഭാവം അങ്ങ് പോകും, ഞാൻ പിരിഞ്ഞങ്ങ് പോകും, ഡിസിന്റഗ്രേറ്റ് ചെയ്യപ്പെടും, പിന്നെ ഞാനില്ല. പക്ഷെ അവയെല്ലാം ചേർന്നിരിക്കുമ്പോൾ എന്നെ ഏകീകരിച്ച് പിടിച്ചിരിക്കുന്ന സമയത്തുള്ള എന്നെ നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നിർത്തുന്ന എന്റെ അകത്തിരിക്കുന്ന ഞാനുണ്ടല്ലോ, നമ്മൾ അതിനെയൊക്കെ സാധാരണ രീതിയിൽ ആത്മം എന്ന ഒരു പദമിട്ട് വിളിക്കാറുണ്ട്, ആത്മാവ് എന്നൊക്കെ വിളിക്കാറുണ്ട്. ഈ ആത്മാവ് എന്താ? പ്രപഞ്ചം എന്ന് പറയുന്ന ആ മഹാബോധത്തിന്റെ ഒരംശമാണിത്. നമ്മൾ ചീനവലയെ കുറിച്ച് കഴിഞ്ഞൊരു ദിവസം പറഞ്ഞു. മീൻ പിടിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പൊ എറണാകുളത്തൊക്കെ പോയാൽ കാണാം, കായലിന്റെ നടുവിൽ, കായലിന്റെ ഒരു വശത്ത് മീൻ പിടിക്കാനായിട്ട് ഒരു ഏരിയ, ഇങ്ങനെ വലിയ ഒരു വല ഇങ്ങനെ ഒരു സ്റ്റാൻഡിൽ കെട്ടി വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ വെള്ളത്തിലേക്ക് ഇറക്കും, അതിങ്ങനെ പൊക്കും. അപ്പൊ അതിനകത്ത് മീനുണ്ടാവും. അപ്പൊ ഈ ഇറക്കുന്ന സമയത്തും പൊക്കുന്ന സമയത്തും ഒക്കെ അതിനകത്തൂടെ ബോട്ട് വന്ന് പോവുകയോ വേറെ എന്തെങ്കിലും വന്നു കയറുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ വലയൊക്കെ കേടുവരും, ആ സംവിധാനം കേടുവരും. അത് കേടുവരാതിരിക്കണമെങ്കിൽ അതിന് ചുറ്റും ഒരു വേലി വേണം. അപ്പോ നമ്മൾ ഈ വല അകത്തേക്ക് ചെല്ലുന്നതിന് ചുറ്റുമായിട്ട് കുറച്ച് തെങ്ങിൻകുറ്റികൾ അടിച്ചു വെക്കും. വള്ളം കിടക്കില്ല, ബോട്ട് കിടക്കില്ല, അത്രയേ ഉള്ളൂ. പക്ഷെ തെങ്ങിൻകുറ്റികൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഓരോ മീറ്റർ അകലത്തിൽ ഒരു തെങ്ങിൻകുറ്റി അതിനിടയിൽ ഉണ്ടെങ്കിൽ അതിനിടയിൽ കൂടെ വെള്ളം കയറിപ്പോക്കും. അപ്പോ ഈ വേലിക്കെട്ടിന്റെ പുറത്തെന്താണ്? കായലാണ്. അകത്തോ? അവിടെയും കായലാണ്. അകത്തും പുറത്തും കായൽ. അകത്തുള്ള കായൽ തന്നെ പുറത്തും. പക്ഷെ അകത്തും പുറത്തുമുള്ള കായലിനെ വേർതിരിക്കുന്ന, നിന്റെ കർമ്മമേഖല ഇവിടെ മാത്രമാണെന്ന് അറിയിക്കുന്ന ഒരു വേലിയുണ്ട്. ഈ വേലിയാണ് നമ്മൾ അഹമെന്ന് പറയുക. അതിന് പുറത്ത് അലയടിക്കുന്ന ആ കായലുണ്ടല്ലോ, അത് തന്നെയല്ലേ അകത്തുള്ള കായലും. ഇതുപോലെ ഞാൻ എന്ന് പറയുന്ന ഒരു വേലിയുടെ പുറത്ത് നിറഞ്ഞിരിക്കുന്ന ഈ പ്രാപഞ്ചിക ചലനാത്മകത അഥവാ യൂണിവേഴ്സൽ ഡൈനാമിസം അല്ലെങ്കിൽ വിശ്വപ്രാണൻ എന്ന് പറയുന്ന ആ മഹാസംവിധാനം, അത് പരമമായ ബോധത്തിന്റെ ഒരവസ്ഥയാണ്. ആ സംവിധാനം തന്നെയാണ് എന്റെ അകത്തും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നോക്കൂ, നിങ്ങൾ ശ്വാസത്തെ ഒരല്പനേരം അടച്ചു പിടിച്ചാൽ, ഇങ്ങനെ അടച്ചു പിടിച്ചാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കുന്നത്? മരിച്ചുപോകും. ഈ പ്രാണൻ എന്നുള്ളത് ഒരു മിനിറ്റിൽ കൂടുതൽ ഇല്ലെങ്കിൽ നിങ്ങൾ മരിച്ചു പോകും. ഈ പ്രാണൻ എന്നത് നമ്മുടെ നാസികയിൽ കൂടെ കയറി അകത്തേക്ക് കയറി അകത്ത് നമ്മളെ ഏകീഭാവത്തിലായിരിക്കുന്ന ആ അകത്തുള്ള ആത്മത്തെ പിടിച്ചു നിർത്തുകയാണ്. അതിനെ ചലിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനെ അതാക്കി നിർത്തുകയാണ് ചെയ്യുന്നത്. ഇപ്പോ എന്റെ വീടിന്റെ മുന്നിലൂടെ ഒരു റോഡുണ്ട്. ആ റോഡിലൂടെ നടന്നു പോകുന്ന ഒരാളെ ഏറ്റവും അടുത്ത് ഏറ്റവും വ്യക്തമായി ഞാൻ കാണുന്നത്, ഏറ്റവും നന്നായി അറിയാൻ കഴിയുന്ന അയാളെ ഗേറ്റിന്റെ മുമ്പിൽ എത്തുമ്പോഴാണ്. അതിനപ്പുറത്ത് പോയി കഴിയുമ്പോൾ ദൂരത്തേക്കായി അല്ലെങ്കിൽ കാണാതെയായി. അതിനു മുമ്പാണെങ്കിലും എനിക്ക് അയാളെ കാണാൻ കഴിയില്ല, ഗേറ്റിന്റെ മുമ്പിൽ എത്തുമ്പോഴാണ് കാണാൻ കഴിയും. ഇതുപോലെ ഈ വിശ്വപ്രാണനായിട്ടുള്ള സംവിധാനം എന്റെ അകത്ത് പോയി എന്റെ ശരീരത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങൾ, ഞാൻ ഈ പറയുന്ന പറച്ചിലാണെങ്കിലും ശരി, ഞാൻ ഇന്ന് കഴിച്ച ഭക്ഷണം ദഹിക്കുന്നതാണെങ്കിലും ശരി, എന്റെ ഹൃദയസ്പന്ദനങ്ങളാണെങ്കിലും എനിക്ക് മനസ്സിലാകുന്ന എന്റെ ഉള്ളിലെ എല്ലാ പ്രവർത്തനങ്ങളെയും നടത്തുന്നത് ഈ പ്രാണനായിരിക്കെ
ആ പ്രാണനെ ഞാൻ അറിയുന്ന ഇടത്താണ് ഈ ഗേറ്റ് നിൽക്കുന്നത്. അത് എന്റെ മൂക്കിൽ കൂടെ കയറുമ്പോഴാണ് ഞാൻ അറിയുന്നത്. ഇതിലെ പോകുന്ന സമയത്താണ് ഞാൻ അറിയുന്നത്. ആ അറിയുന്നതിലൂടെയാണ് ഇപ്പൊ എന്റെ മുന്നിലൂടെ പോകുന്ന അയാൾ ചന്തയ്ക്ക് പോകുന്ന ഒരാളാണെങ്കിൽ എന്റെ മുന്നിലെത്തുമ്പോൾ ഞാൻ അയാൾ പറയും, ചന്തയിൽ പോയി വരുമ്പോ ഇന്നത് വാങ്ങിയിട്ട് വരണം. ഞാൻ ഒരു യുവാവാണെങ്കിൽ ഞാൻ അതിലെ പോകുന്ന എന്റെ ദൂതനോട് ഞാൻ പറയുക, നീ അവളെ പോയി കണ്ടിട്ട് വരുമ്പോ അവളിൽ നിന്ന് ഇത് വാങ്ങിച്ചിട്ട്, അല്ലെങ്കിൽ അവളെ കാണുന്ന സമയത്ത് ഈ സമ്മാനം അവൾക്ക് കൊടുക്കണം എന്നുള്ളത്. അയാളുടെ വരവും കാത്ത് ഞാൻ നിൽക്കും. കാരണം അവളുടെ സന്ദേശം ഇയാളുടെ കയ്യിലാണ്. എനിക്ക് അവളെ കുറിച്ച് അറിയാൻ ഇയാളിലാണുള്ളത്. ഇയാളാണ് എന്റെ ദൂതൻ, അല്ലെങ്കിൽ ഇദ്ദേഹം വഴിയാണ് ഞാൻ അയാളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോ എന്റെ അകത്തിരിക്കുന്ന പരമമായ പ്രവർത്തനത്തെ, ആ പ്രവർത്തന സംവിധാനത്തെ, സജ്ജീകരണത്തെ, അതുപോലെ ഈ വിശ്വത്തിനെ മുഴുവൻ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആ മഹാസംവിധാനത്തെ ഒക്കെ ഈ ഗേറ്റിന്റെ ഇവിടെ വെച്ചാണ് ഞാൻ കാണുന്നത്. അപ്പോ ആയിരിക്കുന്ന കാമുകനോ കാമുകിയോ എന്തോ ആയിക്കോട്ടെ, അകത്തിരിക്കുന്ന കാമുകനോ കാമുകിയോ എന്തായിക്കോട്ടെ, അതിന്റെ സന്ദേശവാഹകൻ എന്ന് പറയുന്നത് ഈ പ്രാണനാണ്. ഈ പ്രാണൻ വഴിയാണ് ഞാൻ എന്റെ അകത്തിരിക്കുന്ന ആ ഒന്നിനെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതെന്താണ്? ആ പ്രാണൻ എന്താ? ആ അകത്തിരിക്കുന്ന ആ ആത്മം എന്ന് പറയുന്ന ജീവചൈതന്യം എന്താണ് ചെയ്യുന്നത്? എന്താണ് ജീവൻ? ഇതറിയാമോ? ജീവന്റെ താക്കോലും പിടിച്ചിരിക്കുന്ന ഡോക്ടർമാർക്കും പലർക്കും അറിയില്ലല്ലോ. എന്താണ് ജീവൻ? ഒരു വ്യവസ്ഥയുടെ സ്വയം നിർദ്ധാരണം ചെയ്യാനുള്ള, സ്വയം പ്രവർത്തിക്കാനുള്ള സംവിധാനമാണ്. സ്വയമേവ കൂട്ടിച്ചേർക്കാനും സ്വയം നിലനിർത്താനും സ്വയമേവ പരിചരിക്കാനും സ്വയം സംരക്ഷിക്കാനുമുള്ള ശേഷിയാണ് ജീവൻ എന്ന് പറയുന്നത്. അങ്ങനെ എന്റെ ശരീരത്തെ ഇത്രയും വിപുലമായി, വിശുദ്ധമായി, ഇത്രയും വിശേഷമായി നിലനിർത്തുന്ന ആ ജീവൻ ശരീരമെങ്ങും നിരന്തരമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെയെല്ലാം ഉള്ള ഒട്ടേറെ ദ്രവ്യങ്ങള്, ഒട്ടേറെ പ്രവർത്തനങ്ങൾ, ഒട്ടേറെ പശ്ചാത്തലങ്ങൾ, ഒട്ടേറെ സാഹചര്യങ്ങൾ, ഒട്ടേറെ കാരണങ്ങൾ, ഒട്ടേറെ കാര്യങ്ങൾ, ഇവയെല്ലാത്തിനെയും ഏകീഭാവത്തിൽ നിലനിർത്തുന്ന ആ ജീവനെ, നിലനിർത്തുന്ന ഈ പ്രാണനെ ആണ് ഞാൻ അറിയുന്നത്. ഇതിനെ മാത്രമേ ഞാൻ അറിയുന്നുള്ളൂ. കാരണം എന്റെ ഗേറ്റിന്റെ മുമ്പിൽ കൂടെ ഇയാളാ പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ളത് ഞാൻ കണ്ടറിയുന്നില്ല. എന്റെ ഗേറ്റിന്റെ മുമ്പിൽ ഒരു കല്ലുണ്ട് തിരികെ. ഞാൻ ദിവസേന അങ്ങോട്ടും ഇങ്ങോട്ടും മുമ്പ് ഈ കല്ല് ചാടി കിടക്കുകയാണെങ്കിൽ കുറച്ചു ദിവസം കഴിയുമ്പോൾ അവിടെ എത്തുമ്പോൾ ചാടി കിടക്കുന്നതല്ലാതെ അവിടെ ഒരു കല്ലുണ്ടെന്ന് എനിക്ക് ബോധ്യമാവില്ല. ഒരു പുതിയ ഗസ്റ്റ് വരെയാണ് എന്താ ഗേറ്റിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു കല്ലിട്ടിരിക്കണം എന്നൊരു ചോദ്യം വരും. പക്ഷെ നമ്മുടെ കണ്ണിൽ കാണില്ല. കാരണം നമ്മൾ നിരന്തരം അതിലൂടെ പോവുകയാണ്. അതുപോലെ നമ്മുടെ ചുറ്റുമുള്ള ജീവൽ പ്രവർത്തനങ്ങൾ നമ്മൾ നിരന്തരം കാണുമ്പോൾ നമ്മൾ ഇതിനൊന്നും അറിയില്ല. പ്രാണനെയും നമ്മൾ അറിയുന്നില്ല. ശ്വാസം മുട്ടിയാൽ അപ്പോൾ അറിയും. അപ്പോ ഈ പ്രാണൻ വഴിയാണ് എന്റെ ശരീരത്തിനകത്തുള്ള ഈ മഹാപ്രവർത്തനങ്ങളെ മുഴുവൻ ഞാൻ അറിയുന്നത്. അകത്ത് എന്തു വേണമെന്ന് എന്റെ ഉള്ളിലെ ആകെ സഞ്ചരിച്ച് ബോധ്യപ്പെട്ട് അത് പ്രപഞ്ചത്തിനെ അറിയിച്ച് പ്രപഞ്ചത്തിൽ നിന്നും വേണ്ടതെടുത്ത് എന്നെ നിലനിർത്തിക്കൊണ്ടേ പോകുന്നത് ഈ പ്രാണനാണ്. അപ്പോ എന്റെ അകത്തെ ജീവനെ അറിഞ്ഞ് പുറത്തെ പ്രാണനുമായി സംവദിച്ച് നിരന്തരമായി അതിനകത്തൂടെ കൊണ്ടുപോകുന്ന ഈ പ്രാണനുമായി ഞാൻ സംവേദനത്തിലായാൽ, ഞാൻ അതുമായി സംസാരത്തിലായാൽ, അതുമായി ഞാൻ പറയാൻ തുടങ്ങിയാൽ ഞാൻ എന്തു പറയുന്നു അത് അതിന് മനസ്സിലാവും. എനിക്ക് വിശപ്പുള്ളപ്പോൾ, എനിക്ക് വിശക്കുന്നുവെങ്കിൽ, എനിക്ക് വിശക്കുന്നു എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന സമയത്ത് എന്റെ മുന്നിൽ ഭക്ഷണം വരും. എന്റെ ഉള്ളിൽ ഒരു ആവശ്യമുണ്ടായാൽ അത് മുമ്പോട്ട് വരും. നമുക്കറിയാം നമ്മുടെ ഉള്ളിൽ നമ്മുടെ അകത്ത് ശരീരത്തിന്റെ ചയാപചയ പ്രവർത്തനങ്ങൾ, മെറ്റാബോളിക് ആക്ടിവിറ്റിക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ അല്ലെങ്കിൽ പോഷണങ്ങൾ ആവശ്യമായിട്ട് വരുമ്പോൾ ഈ പോഷണങ്ങൾ നമുക്ക് കിട്ടാനായിട്ട് വേണം എന്നുള്ള ഒരു ക്വസ്റ്റ് എന്റെ അകത്തെ കോശങ്ങൾ കലയ്ക്കും കലകൾ അവയവങ്ങൾക്കും കൊടുക്കുമ്പോൾ അവയവം അത് ആ ക്വസ്റ്റിനെ തന്നെ എന്നിലേക്ക് തരും, ഞാൻ എന്നുള്ള വ്യക്തിയിലേക്ക് തരും. ഈ ക്വസ്റ്റിനെയാണ് നമ്മൾ ചോദന എന്ന് പറയുന്നത്. അപ്പോ വിശപ്പെന്നൊരു ചോദനയായിട്ട് ഞാൻ അതിനെ മനസ്സിലാക്കും. എനിക്ക് വിശന്ന ഞാൻ വെറുതെ ഇരിക്കും. എന്റെ പരിസരത്ത് നിന്നും ഞാൻ വേണ്ടുന്നത് എടുത്ത് തിന്ന് ആ വിശപ്പടക്കും. അപ്പോ ഒരു വ്യവസ്ഥ അതിന്റെ ഉപരിവ്യവസ്ഥയിലേക്ക് ഒരു ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞാൽ ആ ആവശ്യം അവിടെ നിർവഹിക്കപ്പെടും. ആ ആവശ്യം നിർവഹിക്കപ്പെടുന്ന സമയത്ത് സമീകരണം സമമായി തീരും. അപ്പൊ അങ്ങനെ എന്റെ ഉള്ളിലേക്ക് എന്താണോ വേണ്ടത് അത് ഞാൻ ആശിച്ചാൽ അത് വെളിയിൽ നിന്നും എനിക്ക് കൊണ്ടു തരുന്ന ഈ പ്രാണനെ, ഈ ജീവൽ പ്രവാഹത്തെ, അതിനോട് നമ്മൾ ഏത് ഭാഷയിലാണ് സംസാരിക്കുക? വിശപ്പിന്റെ ഭാഷ എന്താണ്? വിശക്കുന്നു എന്ന ബോധത്തിന്റെ ഭാഷയാണ്. ഞാൻ ഒരു കാര്യത്തെ
തൊട്ടറിയുന്ന സമയത്ത് എന്റെ സ്പർശമാണ് അവിടെ പ്രവർത്തിക്കുക. ഞാൻ കേൾക്കുമ്പോൾ അത് എന്റെ ഇന്ദ്രിയങ്ങൾ വഴി, രണ്ട് വ്യവസ്ഥകൾക്കിടയിലുള്ള ആ കമ്മ്യൂണിക്കേഷൻ ഉള്ള ഒരു മീഡിയമാണ് ഇന്ദ്രിയം എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളെ കാണുന്നത് എന്റെ കണ്ണുകൾ കൊണ്ടും ചെവികൾ കൊണ്ടുമാണ്. എനിക്ക് ഇന്ദ്രിയങ്ങൾ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ അവിടെയുള്ള കാര്യം എനിക്കറിയുന്നത്. അപ്പോ ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധം ഉണ്ടാകുന്ന പോലെ എന്റെ അകത്തും ആ ബന്ധങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഇന്ദ്രിയങ്ങൾ വഴിയുള്ള വിനിമയങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ വിനിമയങ്ങൾ വഴി ആണ് ഞാൻ ഇവിടെ അകത്തോ പുറത്തോ എന്ത് സംഭവിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഈ അറിവിൽ എന്തു ഭാഷയാണുള്ളത്? നമ്മുടെ മലയാള ഭാഷ അല്ലെങ്കിൽ സംസാര ഭാഷയാണ്? അല്ല, അത് ബോധത്തിന്റെ ഭാഷയാണ്. ആ ബോധത്തിന്റെ ഭാഷയിൽ എന്റെ അകത്തുകൂടെ ചലിച്ചുകൊണ്ടിരിക്കുന്ന പ്രാണനുമായിട്ട് ഞാൻ സംവദിച്ചാൽ എനിക്ക് വേണ്ടതെല്ലാം അത് ഇങ്ങോട്ട് കൊണ്ടുതരും. എനിക്കെപ്പോഴും അതുമായി ചേർന്നിരിക്കാൻ കഴിയും. നമ്മൾ ആദ്യം പറഞ്ഞു തുടങ്ങിയെടുത്ത് എന്റെ അടുത്തിരിക്കുന്ന ഒരു കൂട്ടുകാരി അല്ലെങ്കിൽ എന്റെ ഒരു ബന്ധു, ആ ബന്ധുവുമായിട്ട് ഞാൻ അഭിമുഖമായിരിക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കല്ല. ഞാനോ അയാളോ അഭിമുഖമാകാതിരിക്കുമ്പോൾ അയാളും ഞാനും ഒറ്റയ്ക്കായിത്തീരും. അവിടെയാണ് അലീനേഷൻ സംഭവിക്കുന്നത്. നമ്മൾ ആദ്യമായിട്ട് അലീനേറ്റ് ചെയ്തത് നമ്മുടെ ശ്വാസത്തിൽ നിന്ന്. അവിടെ തുടങ്ങുന്നു കാര്യം. നമ്മൾ ഒരു ചെറിയ ഉദാഹരണം പറയാം. ഞാൻ കരയുകയാണെന്ന് ഇരിക്കട്ടെ. കരയുമ്പോൾ എന്റെ ശ്വാസകോശം ശക്തമായിട്ട് കാറ്റിനെ വെളിയിലേക്ക് വിടും. അപ്പൊ ശ്വാസകോശം ചെറുതാവും. അപ്പൊ സ്പ്ലീൻ മുകളിലേക്ക് പോകും. അപ്പോൾ കുടലൊക്കെ മുകളിലേക്ക് പോകും. അപ്പൊ എന്റെ വയറ് ചെറുതാവും. ശ്വാസം വെളിയിലേക്ക് വിടാനാണ് ഞാൻ അങ്ങനെ ചെയ്തത്. ശ്വാസം എടുക്കുമ്പോഴോ അത് വേണ്ട, അത് സ്വാഭാവികമായി അതിന്റെ പൂർവ്വസ്ഥിതിയിലേക്ക് വരുന്ന സമയത്ത് അതിനകത്ത് മുഴുവൻ ആ വാക്യൂം മുഴുവൻ നിറഞ്ഞു പോകും. അപ്പോൾ എന്റെ വയറ് സ്വാഭാവികമായിട്ടും വീർത്തു വരും. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുന്ന സമയത്ത് അത് സ്വാഭാവികമായിട്ടും വരും. ശ്വാസം വെളിയിലേക്ക് വിടുന്ന സമയത്ത് വയറുള്ളിലേക്ക് പോകും. വയറിന്റെ മുകളിൽ കുറച്ച് പേശികളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണം അനുചിതമാണെങ്കിൽ, ശരിയല്ലെങ്കിൽ, സ്വാഭാവികമായിട്ടും ചില പ്രവർത്തനപരമായിട്ടുള്ള കുഴപ്പങ്ങൾ നമ്മുടെ ശരീരത്തിൽ സംഭവിക്കും. അമ്മയുടെ പാല് കുടിച്ചു വളരാൻ വിധിക്കപ്പെട്ട ഒരു കുട്ടിയെ കൃത്രിമ ഭക്ഷണം കൊടുത്ത് നമ്മൾ ശീലിപ്പിക്കുന്ന സമയത്ത് കുഞ്ഞിന്റെ ശരീരപ്രവർത്തന വ്യവസ്ഥ താറുമാറാം. അങ്ങനെ താറുമാറാകുന്ന സമയത്ത് കുഞ്ഞ് കരയുമ്പോൾ അവന് ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. സ്വാഭാവികമായിട്ടും അവൻ ശ്വാസം ഉള്ളിലേക്ക് എടുക്കാൻ വയറിലെ പേശികളെ പിടിച്ചു മുറുക്കും. വയറിലെ പേശികൾ പിടിച്ചു മുറുകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവന്റെ വയറുള്ളിലേക്ക് പോകും. ശ്വാസം ഉള്ളിലേക്ക് വരുമ്പോൾ, ശ്വാസകോശം വീർക്കുമ്പോൾ, സ്പ്ലെയിൻ താഴത്തേക്ക് പോകുമ്പോൾ, ഉടൽ താഴത്തേക്ക് പോകുമ്പോൾ വയറ് വീർക്കുകയാണ് വേണ്ടത്. പക്ഷെ വയറിനെ നമ്മൾ ചെറുതാക്കി. ഇവിടം മുതൽ, ഈ നിമിഷം മുതൽ നമ്മൾ പ്രാണനുമായിട്ട് തന്നെ അലീനേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതിനോട് തന്നെ ശത്രുതാഭാവത്തിലാണ് നിൽക്കുന്നത്. അവിടെ പോലും പിടിച്ചു നിൽക്കാൻ നമുക്ക് ശ്വാസം കിട്ടിയേ പറ്റൂ എന്നുള്ളത് കൊണ്ട് മാത്രം ശ്വസിക്കുകയും അതുമായി അഭിമുഖമല്ലാതായി തീരുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അങ്ങനെ നമുക്ക് സ്വതസിദ്ധമായ നമ്മുടെ ഭക്ഷണം എന്താണോ അത് നമുക്ക് കഴിക്കാൻ പറ്റാതെ നമ്മൾ കൃത്രിമ ഭക്ഷണത്തിലേക്ക് പോകുന്നു. അവിടെ മുതൽ, ആ ജനിച്ച കാലം മുതൽ നമ്മൾ ചെറിയ ചെറിയ ഓരോ അവസ്ഥകളിലൂടെ നമ്മുടെ സഹജമായ അവസ്ഥയിൽ നിന്ന് അലീനേറ്റ് ചെയ്യപ്പെട്ടത് ഇങ്ങനെ പോയി ഏറ്റവും ദൂരത്തേക്ക് ചെന്നെത്തി നിൽക്കുമ്പോഴാണ് നമ്മൾ വിലപിക്കുന്നത്, എന്റെ കൂടെ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കാണ്. ഞാൻ ഈ പറഞ്ഞതിൽ നിന്നും നിങ്ങൾക്ക് ബോധ്യമായിട്ടുള്ളത് നമ്മുടെ അകത്ത് മുഴുവൻ ഒന്നല്ല ഒട്ടേറെ സത്തകളും പ്രതിഭാസങ്ങളും ഒരുമിച്ച് ചേർന്നിരിക്കുന്നു എന്നും അവയെല്ലാം ചേർന്നതിന്റെ ഏകായ്മയാണ് ഞാൻ എന്ന് വിളിക്കുന്ന നാമെന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ അവിടെ ഞാൻ എവിടെയാണ് ഒറ്റയ്ക്കാവുന്നത്? എന്റെ ഉള്ളിൽ അകത്തിരിക്കുന്ന ആ ജീവചൈതന്യമുണ്ട്. ആ ജീവചൈതന്യം എന്നുള്ളത് നിരന്തരം എന്നോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നു, നീ അത് ചെയ്യൂ, നീ ഇത് ചെയ്യൂ, എന്താണ് വേണ്ടത്, എന്താണ് വേണ്ടാത്തത് എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്റെ ഇഷ്ടങ്ങളെ മനസ്സിലാക്കുന്നുണ്ട്, എന്റെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വേണ്ടത് കൊണ്ടു തരുന്നുണ്ട്. എന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായിട്ട്, എന്റെ ഏറ്റവും അടുത്ത ബന്ധുവായിട്ട് ഈ ആത്മം നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. ഈ ആത്മത്തെ നമ്മൾ അറിയുന്നത് അതിന്റെ ദൂതനായ പ്രാണനിലൂടെയാണ്. ഈ പ്രാണനെ നിരന്തരമായി ശ്രദ്ധിച്ചാൽ, അതിനോടൊരു ഡയലോഗ്, ഒരു സംഭാഷണം നമ്മൾ നടത്തിക്കൊണ്ടിരുന്നാൽ, നിങ്ങൾക്ക് അതിനെ ഈശ്വരൻ എന്നൊക്കെ വിളിക്കാവട്ടോ, ആ ഈശ്വരനോട് നിങ്ങൾക്ക് സംവേദനം നടത്തിക്കൊണ്ടിരുന്നാൽ നിങ്ങൾ എപ്പോഴാണ് ഒറ്റയ്ക്കാവുന്നത്? നിങ്ങളുടെ അകത്തും പുറത്തുമായിട്ട് സഞ്ചാലനം ചെയ്തുകൊണ്ടിരിക്കുന്ന
ആ വിശ്വപ്രാണൻ തന്നെയല്ലേ നിങ്ങളുടെ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന സുഹൃത്തിലോ കാമുകനിലോ കാമുകിയിലോ ബന്ധുവിലോ നിറഞ്ഞു നിൽക്കുന്നത്? അത് തന്നെയല്ലേ അവരെയും രൂപപ്പെടുത്തിയത്? അത് തന്നെയല്ലേ അവരെയും പ്രവർത്തിപ്പിക്കുന്നത്? അത് തന്നെയല്ലേ അവർ? അത് തന്നെയല്ലേ ഇവിടെയും വരുന്നത്? അവരോട് സംവദിക്കണമെങ്കിൽ നിങ്ങൾ അവിടെയാണോ പോയി സംവദിക്കേണ്ടത്? അതിന് നിങ്ങൾ പരിഭവിച്ചിട്ട് കാര്യമുണ്ടോ? പകരം അവരിൽ നിന്നും ദൂതനായി വരുന്ന ആ വിശ്വപ്രാണന്റെ ചലനത്തെ, ശ്വാസത്തെ ശ്രദ്ധിച്ചാൽ പോരെ. അവിടെയെല്ലാം നിങ്ങൾ എത്തില്ല. അവിടെയും ഇവിടെയും നിറഞ്ഞിരിക്കുന്ന പ്രതിഭാസങ്ങളെ മുഴുവൻ കോർത്തിണക്കുന്ന ഈ പ്രാണനെ നമുക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ, നമ്മുടെ അകത്തിരിക്കുന്ന ആ ഒരു ജീവചൈതന്യത്തെ ശ്രദ്ധിക്കാൻ കഴിഞ്ഞാൽ, അതിനോട് സംവേദനം നടത്താൻ കഴിഞ്ഞാൽ, സംഭാഷണം നടത്താൻ കഴിഞ്ഞാൽ, നമ്മൾ പിന്നെ ഒരിക്കലും ഒറ്റയ്ക്കല്ല. നമ്മൾ ഉപവാസം എന്നൊരു വാക്ക് കേട്ടിട്ടുണ്ടോ? ഉപവാസം എന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കാതിരിക്കുക എന്നതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത്. കൂടെ ജീവിക്കുക എന്നതാണ്. എന്തിന്റെ കൂടെ? അകത്തുള്ള ജീവചൈതന്യത്തിന്റെ കൂടെ ജീവിക്കുക, അകത്തുള്ള ഈശ്വരന്റെ കൂടെ ജീവിക്കുക എന്നത്. ഈശ്വരൻ എന്നുള്ളത് ഈ തലയിൽ കിരീടം വെച്ചിട്ട് ഇപ്പുറത്ത് താടിയും ഇട്ടി വില്ലും അമ്പും ഒക്കെ വെച്ച് അല്ലെങ്കിൽ വാളും വെച്ച് നിൽക്കുന്ന ഒരാളാണ് എന്ന് നമ്മൾ വിശ്വസിച്ചത് നമുക്ക് നമ്മുടെ ഭാഷയിൽ സംവദിക്കാൻ പറ്റുന്ന മനുഷ്യരൂപത്തിലുള്ള ഒരു ബിംബം വേണമെന്നുള്ളത് കൊണ്ടാണ്. ബിംബങ്ങളില്ലാതെ ഭാവന ചെയ്യാൻ ശേഷിയുള്ളവനാണ് മനുഷ്യൻ എന്ന് ഞാൻ ആദ്യം പറഞ്ഞു. മൂർത്തരൂപങ്ങളില്ലാതെ ഭാവന ചെയ്യാൻ ശേഷിയുള്ളവനാണ് മനുഷ്യൻ. പക്ഷെ ഇവിടെ ബിംബം വേണ്ടി വരുന്നത് നമ്മൾ ആ അവസ്ഥ നമുക്ക് നഷ്ടപ്പെട്ടതുകൊണ്ട്. എന്താണെങ്കിലും അത്തരത്തിൽ ദൈവങ്ങളിലൂടെയും നമ്മൾ ഈ വിശ്വ ചൈതന്യത്തിന്റെ പ്രവർത്തന സംവിധാനത്തെ, ആ പ്രതിഭാസത്തെ നമ്മൾ അറിയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അത് തന്നെയാണ് നമ്മൾ പ്രാണനായിട്ട് അകത്തേക്ക് പോയി നമ്മുടെ ഈ ശരീരത്തെ മുഴുവൻ പ്രവർത്തിപ്പിക്കുന്നത്. ഒരു അസുഖം വന്നാൽ നിങ്ങൾ ഉടനെ തന്നെ ഓടി ആശുപത്രിയിൽ പോകുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾ ശരീരത്തെ യന്ത്രമായി കണക്കാക്കുന്നത് കൊണ്ടാണ്. ഈ ശരീരത്തെ ഒരു ഏകകോശത്തിലും ഇതുപോലെ വിപുലപ്പെടുത്തിയ ശരീരത്തിന് അറിയില്ലേ അതിനെന്ത് ചെയ്യണമെന്ന്? ഇതിനെ മുഴുവൻ ചലിപ്പിക്കാൻ അതിനറിയില്ല. അതിന് വെളിയിലുള്ള ഒരു വ്യക്തിക്ക് കഴിയുമോ? വെളിയിലുള്ള ഒരു ഔഷധത്തിന് കഴിയുമോ? വെളിയിലുള്ള മറ്റെന്തിനെങ്കിലും കഴിയുമോ? ഇല്ല. അതിനെ അകത്തിരിക്കുന്ന ആത്മചൈതന്യത്തിന് മാത്രമാണ് കഴിയും. ഈ ആത്മചൈതന്യത്തെ കൃത്യമായി അറിഞ്ഞാലെന്ന് വെച്ചാൽ തുറന്നിരുന്നാൽ മതി. അതിലേക്ക് തുറന്നിരുന്നാൽ മതി. അതിനെ സ്പർശിച്ചു കൊണ്ടിരുന്നാൽ മതി. അതിനെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ മതി. നിങ്ങൾ ഒരു കൊച്ചു കുഞ്ഞിനെ കാണുമ്പോൾ അതിനോടുള്ള ഒരു കരുതൽ എങ്ങനെയാണ് നൽകുക? അതുപോലെ കരുതിക്കൊണ്ടിരുന്നാൽ മതി. അത് നിങ്ങളെ ശ്രദ്ധിക്കാൻ തോന്നും. നിങ്ങളോട് സംവേദനത്തിലാണ്. നിങ്ങൾ തന്നെയായിട്ട് അവിടെ നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്കാവില്ല. ഉപവാസം എന്ന് പറയുന്ന ആ പദത്തെ പറഞ്ഞത് ദൈവത്തോട് ചേർന്നിരിക്കുക, ജീവചൈതന്യത്തോട് ചേർന്നിരിക്കുക എന്നുള്ളത്. ആ ജീവചൈതന്യത്തോട് ചേർന്നിരിക്കാൻ നിരന്തരം നമുക്ക് കഴിയുന്ന വഴിയാണ് പ്രാണനിലേക്കുള്ള ശ്രദ്ധ. പ്രാണനിലേക്കുള്ള ശ്രദ്ധ എന്നുള്ള ഞാൻ മൂക്ക് തൊട്ട് കാണിച്ചത് നിങ്ങൾ പ്രാണനെ എടുക്കുന്നതിനെ അറിയുന്നത് മൂക്ക് വഴിയാണ്. അതുകൊണ്ടാണ് ഞാൻ മൂക്ക് വഴി ഈ വായു കയറി പോകുമ്പോഴും ഞാൻ ശ്രദ്ധിക്കുന്നത് മൂക്കിലല്ല, മറ്റു ചെള്ളങ്ങളിലാണ്. അത് പ്രാണചലനത്തെ അറിയുന്നവർക്കത് പറഞ്ഞു നൽകാം. എന്താണെങ്കിലും നിരന്തരം നമ്മൾ അതിന്റെ ശ്രദ്ധയിലായിരുന്നാൽ നമ്മൾ ഒറ്റയ്ക്കാവില്ല. നമ്മൾ ജീവിതത്തോട് സംസാരിക്കുന്നു, അതുവഴി ഈ പ്രപഞ്ച ചൈതന്യത്തോട് സംസാരിക്കുന്നു, അതുവഴി ഈ പ്രപഞ്ച ചൈതന്യത്തിന്റെ ഭാഗമായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഞാൻ സംവദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാൻ നിങ്ങളായിത്തീരും. ആ നിങ്ങളാകലാണ്, നിങ്ങളുമായി ചേർന്നിരിക്കലാണ്, നിങ്ങളുമായിട്ട് അഭിമുഖമാകലാണ് എന്റെ പ്രാഥമിക ധർമ്മം. ഞാൻ നിങ്ങൾക്ക് അഭിമുഖമാകാതെ, നിങ്ങളെയും എന്നെയും ചേർത്തിണക്കുന്ന പ്രാണനോട് അഭിമുഖമാകാതെ, പരമമായതെന്തോ അതിനോട് അഭിമുഖമാകാതെ, മറ്റുള്ളവയെല്ലാം എന്നോട് അഭിമുഖമാകണമെന്നും എന്നെ പരിഗണിക്കണമെന്നും എന്നെ സ്നേഹിക്കണമെന്നും എന്നോടൊപ്പം ഉണ്ടാകണമെന്ന് കൽപ്പിക്കുന്നത് എന്തർത്ഥത്തിലാണ്? സത്യത്തിൽ അതൊരു അർത്ഥശൂന്യതയല്ലേ? പകരം ഞാനാണ് ആദ്യം അഭിമുഖമാകേണ്ടത് നിങ്ങളോടും എനിക്ക് ചുറ്റുമുള്ള സർവ്വചരാചരങ്ങളോടും. എനിക്ക് ഇവിടം വിട്ട് അവിടെ പോയി ചലിക്കാൻ കഴിയുമോ? ഇല്ല. പകരം അതെന്റെ ഗേറ്റിന്റെ മുന്നിലൂടെ കടന്നു പോകുന്ന സമയത്ത് ആ കടന്നുപോക്കിന്റെ ഇടത്തു വച്ച് ആ ദൂതനോട് ഞാൻ സംവദിക്കുക. അതാണ് എന്റെ കാമുകന്റെ, എന്റെ പ്രിയപ്പെട്ടവന്റെ, എന്റെ വിദൂരതയിലുള്ള എന്റെ സുഹൃത്തിന്റെ പ്രതിനിധി. ഞാൻ ഇവിടെയാണ് അയാളെ കാണുന്നത്. അവിടേക്കുള്ളതെല്ലാം ഇവിടെയുണ്ട്, അവിടെ നിന്ന് വന്നതെല്ലാം ഇവിടെയുണ്ട്. ഇതിനെ ശ്രദ്ധിച്ചാൽ മതി. ഇതിനെ മനസ്സിലാവും. അപ്പോ ഇതിനോട് ചേർന്നിരുന്നാൽ, അതുവഴി എന്റെ അകത്തിരിക്കുന്ന ജീവചൈതന്യത്തോട് ചേർന്നിരുന്നാൽ, അതിനോട് അഭിമുഖമായിരിക്കുകയും അതിനോട് സംവദിക്കുകയും ചെയ്താൽ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാണ്. അങ്ങനെ അടുത്തൊരാളുണ്ട് എന്ന അറിവ്, അങ്ങനെ അടുത്തൊരാളുണ്ടെന്നുള്ള അറിവുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും ഒറ്റയ്ക്കാണ്. എന്റെ ശരീരത്തിന് ഒരു രോഗം വന്നാൽ അതിനെ ചികിത്സിക്കാനുള്ള ശേഷി ലോകത്ത് മറ്റൊരു സംവിധാനത്തിനുമല്ല, ശരീരത്തിന് മാത്രമാണെന്ന് അറിയുന്ന ഒരാൾ അസുഖം വന്നാൽ ഓടി ആശുപത്രി പോലെ മരുന്നും കഴിക്കും.
കാലൊടിഞ്ഞു, തുന്നിക്കെട്ടാൻ അറിയുന്നവരടുത്ത് പോകണം. അതിന് അയാൾക്ക് ചെയ്യാൻ കഴിയും. അവിടെ പോണ്ടി വരും, അപകടം വരും. സുഖം വന്നാൽ അത് തിരുത്താൻ ഈ അസുഖം ഉണ്ടാക്കിയ ശരീരത്തിനും ജീവനുമാണ് കഴിയുക. അതിനായിട്ട് വിട്ടുകൊടുക്കും. അതുപോലെ എന്റെ ജീവനെ ഈ ജീവനാക്കി, ശരീരമാക്കി, ഇച്ഛയാക്കി, ധിഷണയാക്കി, വിജ്ഞാനമാക്കി, ഈ രൂപമാക്കി, വ്യക്തിത്വമാക്കി, പ്രകടനമാക്കി കൊണ്ടുവന്ന ആ ജീവചൈതന്യത്തിന് അറിയാം ഞാൻ എന്താണ്, എന്തിനാണ്, ഞാൻ എവിടേക്കാണ് പോകേണ്ടതെന്നും അതിനറിയാം. അതിനോട് ചോദിച്ചാൽ അത് പറഞ്ഞു തരുമല്ല. പക്ഷെ അതിനോട് ചോദിക്കണമെങ്കിൽ ഞാൻ അഭിമുഖമായിരിക്കും, അതിനോട് സൗഹൃദത്തിലായിരിക്കും. അങ്ങനെ ഒരാൾ എന്റെ കൂടെയുള്ളപ്പോൾ ഞാൻ മറ്റെന്തിനെയാണ് തേടേണ്ടത്? അതിനെ തേടിയാൽ തേടുകയല്ല, ചേർന്നിരിക്കുകയാണ് വേണ്ടത്. നിരന്തരമായി ചേർന്നിരിക്കുകയാണ് വേണ്ടത്. അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ അങ്ങനെ അടുത്തൊരാൾ ഉണ്ടെന്ന് നമ്മൾ അറിയും. ആ അടുത്തൊരാൾ എന്നുള്ളത് നമ്മുടെ ഉറപ്പാണ്. ഞാൻ ഒറ്റയ്ക്കാവില്ല. ഞാൻ ഒരിക്കലും മറ്റൊന്നിനു വേണ്ടി കാത്തിരിക്കേണ്ടി വരും. കാരണം എന്റെ ഇമ്മീഡിയറ്റ് ആയിട്ട് എന്റെ എല്ലാ ഇച്ഛകളും സാധിച്ചു തരുന്ന, എന്നെ ഞാനാക്കുന്ന, എന്നെ തിരിച്ചറിയിക്കുന്ന ആ മഹാചൈതന്യം എന്റെ ഉള്ളിൽ നിറഞ്ഞിരിക്കുമ്പോൾ, ഒരു മഹാഭൂതത്തെ പോലെ നിറഞ്ഞിരിക്കുമ്പോൾ, എന്റെ സംരക്ഷകനായിട്ടുള്ള, എന്റെ പ്രചോദകനായിട്ടുള്ള, എന്റെ വഴികാട്ടിയായിട്ടുള്ള, എന്റെ സംരക്ഷകനായിട്ടുള്ള ആ ജീവചൈതന്യം എന്റെ അകത്തിരിക്കുമ്പോൾ അതിനോടല്ലാതെ മറ്റൊന്നിനോടാണ് ഞാൻ ചേർന്നിരിക്കേണ്ടത്. മറ്റുള്ളവ വേണം, മറ്റുള്ളവ വേണ്ടെന്നല്ല, കൈകോർക്കേണ്ടെന്നല്ല, ബന്ധുത്വം വേണ്ടെന്നല്ല. പക്ഷെ ഇതിനോട് ചേർന്നിരിക്കാതെ മറ്റൊന്നിനോട് ചേർന്നിരുത്തിട്ടാണ് കാര്യം. അപ്പോ ആ അകത്തുള്ള ജീവചൈതന്യത്തോട് ചേർന്നിരിക്കാനായ അടുത്തൊരാൾ, ആ അടുത്തിരിക്കുന്ന ഒരാൾ, കൂടെ ഇരിക്കുന്ന ഒരാൾ ആ ജീവചൈതന്യമാണ്, ആ പ്രാണനാണ് എന്നറിഞ്ഞാൽ പിന്നെ ഞാൻ ഒറ്റയ്ക്കാകുന്നത് ആലോചിച്ചു. ഇനി നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന് തോന്നുന്നു. ഈ ചോദ്യം മുന്നിലിട്ടുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. നിങ്ങൾക്ക് എന്ത് ബോധ്യമായി എന്നതും പറയണം, നിങ്ങൾക്ക് എന്ത് ബോധ്യമായില്ല എന്നതും പറയണം. നിങ്ങളുടെ ചിന്തകൾക്ക് മുന്നിലേക്ക് ഇതെല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ വിശ്വചൈതന്യത്തിന് മുന്നിലും അതിന്റെ ഭാഗമായിരിക്കുന്ന നിങ്ങളുടെ മുന്നിലും ആത്മനമസ്കാരം.